welcome to a brand new episode of Gulu Gulu Talks with Pearle Maaney. ഇത് ആക്ച്വലി നമ്മുടെ സെക്കൻഡ് എപ്പിസോഡാണ് ആൻഡ് ദ ഫസ്റ്റ് എപ്പിസോഡ് സത്യം പറയാലോ ഞാൻ ഇത്രയും നല്ലൊരു റെസ്പോൺസ് പ്രതീക്ഷിച്ചില്ല. അതിൻ്റെ കമൻറ്റ് സെക്ഷനിൽ ഞാൻ എന്താ പറയുക ഭയങ്കരമായിട്ട് ഞെട്ടിപ്പോകുന്ന പോലത്തെ റെസ്പോൺസ് ആയിരുന്നു. അതായത് ഇത്രയും പേർക്ക് ഇങ്ങനത്തെ ടോപ്പിക്സ് കേൾക്കാനും ഇങ്ങനത്തെ ടോപ്പിക്സ് മനസ്സിലാക്കാനും ഇങ്ങനത്തെ ടോപ്പിക്സിനെ കുറിച്ച് കൂടുതൽ അറിവ് നേടാനും ഇത്രയും പേർക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി അതിൽ നിന്ന്. ആൻഡ് ദാറ്റ് ഇറ്റ് സെൽഫ് ഇസ് എ ബ്യൂട്ടിഫുൾ തിങ്. ബിക്കോസ് നമ്മൾ നന്നാവണം അല്ലെങ്കിൽ നമുക്ക് ഇനിയും ലൈഫിൽ കുറേ കാര്യങ്ങൾ നേടണം എന്നാഗ്രഹമുള്ള വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു മൈൻഡ് സെറ്റുള്ള ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ നമ്മുടെ പോഡ്കാസ്റ്റ് കേട്ടതും അതിന് റെസ്പോണ്ട് ചെയ്തതും. കമൻറ്റ് ചെയ്യാത്തവരുണ്ടായിരിക്കാം, പക്ഷെ കമൻറ്റ് ചെയ്തവരിൽ നിന്ന് എനിക്കൊരു ഏകദേശം എനിക്ക് അതിൻ്റെ ഒരു റെസ്പോൺസ് പിടികിട്ടി. കുറേ പേര് ഈ 21 ഡേ ട്രാൻസ്ഫോർമേഷൻ പ്രോഗ്രാമിനെ കുറിച്ച് ചോദിച്ചു. ഡെഫിനറ്റ്ലി അത് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. പക്ഷെ അതിന് മുൻപായിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ അതിനെക്കുറിച്ച് പഠിക്കാനുണ്ട്. അതായത് ബിഫോർ വി റീച്ച് ദാറ്റ് സ്റ്റേജ് നമുക്ക് കുറച്ച് പ്രിപ്പയർ ചെയ്യാനുണ്ട്. ഇപ്പം നമ്മൾ ഒരു സാമ്പാർ വെക്കുന്നതിന് മുമ്പ് നേരെ സാമ്പാർ വെക്കില്ലല്ലോ. ആദ്യം നമുക്ക് കുറച്ച് പച്ചക്കറികളൊക്കെ അരിയണം, പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് ഉള്ളിയൊക്കെ അരിയണം, അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ റെഡിയാക്കണം, പാത്രങ്ങൾ റെഡിയാക്കണം എന്ന് പറയുന്നത് പോലെ നമ്മൾ അതിലേക്ക് എത്തുന്നതിന് മുമ്പ് ദർ ആർ സർട്ടൻ തിങ്സ് ദാറ്റ് വി ഹാവ് ടു ടോക്ക് അബൌട്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ മെയിൻ ടോപ്പിക്, അതായത് നിങ്ങൾ തംബ്നെയിലിൽ കണ്ടതുപോലെ ഇന്നത്തെ ടോപ്പിക് വി വിൽ ബി കവറിങ് മൈൻഡ് എന്നുള്ളത്. അത് എല്ലാവർക്കും ഉള്ള സാധനം. മൈൻഡ് ഇറ്റ് എന്നൊക്കെ നമ്മൾ പറയുന്നതാണ്. എല്ലാവർക്കും ഉള്ള ഒരു സാധനമാണ്. മൈൻഡ് പോയാൽ അവസാനം നമ്മൾ എവിടെ എത്തുന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യും. മൈൻഡ് ഫുള്ളായിട്ട് നമ്മുടെ കയ്യിലിരുന്നാൽ നമ്മൾ എവിടെ എത്തും എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യും. അങ്ങനെ എല്ലാത്തിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോവാണ്. വെൽക്കം ടു ഗുലു ഗുലു ടോക്സ് വൺസ് അഗൈൻ. സോ വെൽക്കം ബാക്ക് വൺസ് അഗൈൻ. അപ്പോൾ നിങ്ങൾ ഇന്ന് ഐ വുഡ് സജസ്റ്റ്, ഇപ്പം ഞാൻ തമാശയ്ക്ക് ഇത് തുടങ്ങുന്നതിന് മുമ്പ് ഇവിടെ ഇത് വാമപ്പ് ചെയ്തപ്പോൾ ഞാൻ ഇവരോട് പറഞ്ഞാൽ നിങ്ങൾക്കൊരു റഫ് നോട്ട് കയ്യിൽ വെക്കണം കേട്ടോ. ഇതൊക്കെ ചില പോയിൻറ്റ്സ് ഒക്കെ നിങ്ങൾ എഴുതിയെടുക്കണം, മറക്കാണ്ടിരിക്കാനെന്ന് പറഞ്ഞു. ആക്ച്വലി അത് നല്ലൊരു ഐഡിയ ആണ്. ബിക്കോസ് നമ്മൾ ഇന്ന് കവർ ചെയ്യാൻ പോകുന്ന പല ടോപ്പിക്സും അത് ഫുൾ അതിനെക്കുറിച്ച് എഴുതണം എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ നിങ്ങളത് ഒന്ന് റെക്കോർഡ് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി റിയലി നൈസ്. ബിക്കോസ് ഐ തിങ്ക് പലർക്കും ഇതിനെക്കുറിച്ച് ഓൾറെഡി അറിവുണ്ടാവും. ഇപ്പം എനിക്ക് തോന്നുന്നു ഒരു 80 to 90% ഇത് കേൾക്കുന്ന പലർക്കും ഇതിനെക്കുറിച്ച് ഓൾറെഡി അറിവുണ്ടാവും, വായിച്ചിട്ടുണ്ടാവും, പല ബുക്സിലും പല വീഡിയോസിലൂടെ അവരത് കണ്ടിട്ടുണ്ടാവും, ഐ എം ഷുവർ. പക്ഷേ ചില ആൾക്കാർ ഇത് ഫ്രഷ് ആയിട്ടുള്ളൊരു ടോപ്പിക്കായിട്ടായിരിക്കും അവർ കാണുന്നത്. മൈൻഡ്, അതെന്താണത്, വാട്ട് ക്യാൻ വി ഡൂ വിത്ത് ഇറ്റ് എന്ന് ഈഗറായിട്ടിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഡെഫിനറ്റ്ലി കീപ്പ് എ സ്മോൾ ഒരു റഫ് നോട്ട് നിങ്ങളുടെ ബുക്കിൻ്റെ ബാക്കിലൊക്കെ എഴുതിയാൽ മതി. നിങ്ങൾക്ക് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നുന്ന ടോപ്പിക്സ്, വേർഡ്സ്, അതിൻ്റെ ഒരു നിങ്ങളുടെ രീതിയിൽ അതിൻ്റെ ഒരു ഡെഫിനിഷൻ ഇതൊക്കെ അതിൽ എഴുതുക. ഓക്കെ, സോ ലെറ്റ്സ് ടോക്ക് അബൌട്ട് ദ മൈൻഡ്. എന്താണ് മനസ്സ്? മൈൻഡ് എല്ലാവർക്കും ഇതുള്ളൊരു സാധനമാണ്. നമ്മൾ ജനിക്കുന്ന ടൈം തൊട്ട് നമ്മുടെ മരണം വരെ നമ്മുടെ കൂടെയുള്ള ഒരാളാണ് ഈ മനസ്സ് എന്ന് പറയുന്നത്. കൂടെയുള്ളൊരു സാധനമാണ് ഈ മൈൻഡ് എന്ന് പറയുന്നത്. ഒരാളുടെ മൈൻഡിൻ്റെ ഹെൽത്ത് അനുസരിച്ചിരിക്കും അയാളുടെ ലൈഫിൻ്റെ ഹെൽത്ത്. ഇഫ് യു ഹാവ് എ ഹെൽത്തി മൈൻഡ് യു ഹാവ് എ ഹെൽത്തി ലൈഫ്. ഹെൽത്തി ബോഡിയുള്ള പലർക്കും ഹെൽത്തി ലൈഫായിരിക്കണം എന്നില്ല. ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫാമിലി ഉള്ള എല്ലാവർക്കും ഒരു ഹെൽത്തി ലൈഫ് ഉണ്ടാവണമെന്നില്ല. ഒരു ഹെൽത്തി ബിസിനസ്, നന്നായിട്ട് ബിസിനസ് ചെയ്യുന്നു, പക്ഷേ അയാളുടെ ഹെൽത്തി മൈൻഡ് അല്ലെങ്കിൽ മേ ബി ഹിസ് ഹോൾ ലൈഫ് മേ നോട്ട് ബി ഹെൽത്തി. സോ മനസ്സ് എന്ന് പറയുന്നത് വളരെ റൂട്ടായിട്ടുള്ളൊരു സാധനമാണ്, വളരെ ബേസിക് കോറിൽ കിടക്കുന്ന ഒരു സാധനമാണ്. എവറിത്തിങ് സ്റ്റാർട്ട്സ് ഫ്രം ദ മൈൻഡ്. സോ ഈ മൈൻഡിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് കുറച്ച് ബേസിക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പോകുന്നത്. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ മനസ്സിന് 2 ഭാഗമുണ്ട്. എത്ര ഭാഗമുണ്ട്? 2 ഭാഗം. ഒന്ന് നമ്മുടെ കോൺഷ്യസ് മൈൻഡ്. ഇപ്പോൾ എഴുതുന്നുണ്ടെങ്കിൽ അങ്ങനെ എഴുതാം, ദ കോൺഷ്യസ് മൈൻഡ് ആൻഡ് ദ സബ് കോൺഷ്യസ് മൈൻഡ്. ഇപ്പം ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് എൻ്റെ കോൺഷ്യസ് മൈൻഡിൽ നിന്നാണ്. ബിക്കോസ് ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങൾ നിങ്ങളോട് കോൺഷ്യസ് ആയിട്ട് ഞാൻ പറയുകയാണ്. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ ഞാൻ തന്നെ അറിയാണ്ട് എൻ്റെ സബ് കോൺഷ്യസ് മൈൻഡ് സംസാരിക്കും. അതിനെയാണ് ട്രാൻസ് എന്ന് പറയുന്നത്. ചില സ്റ്റേജിൽ പെർഫോം ചെയ്യുന്ന ആൾക്കാരൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്, ഈ പാട്ടൊക്കെ പാടുമ്പോൾ അവർ വേറെ ലെവലിൽ അങ്ങോട്ട് പോവും. അതൊരു ട്രാൻസിലാണ് അവർ. ചിലപ്പോൾ അവർ തുടങ്ങിയത് എല്ലാവർക്കും നമസ്കാരം,
ഞാനിന്നൊരു പാട്ട് ഇവിടെ പാടാൻ പോകണമെന്നൊക്കെ വേണ്ടി അവർ കോൺഷ്യസ് ആയിട്ട് കുറച്ച് സ്റ്റേജ് ഫിയറിലൂടെയൊക്കെ അവർ സംസാരിച്ച് തുടങ്ങും. കുറച്ച് കഴിയുമ്പം ദ സബ് കോൺഷ്യസ് മൈൻഡ് ടേക്സ് ഓവർ ആൻഡ് ദേ സ്റ്റാർട്ട് പെർഫോമിങ് ബ്യൂട്ടിഫുള്ളി. ആൻഡ് നിങ്ങൾ വിചാരിക്കും ഇത് ഇവർ പഠിച്ച് ചെയ്തതാണെന്ന്. വെരി സോറി. അവർ സ്റ്റേജിൽ നിന്ന് ഇറങ്ങുമ്പോൾ അവർ തന്നെ പറയും, എടാ ഞാൻ പോലും അറിയാണ്ട് ഞാൻ എന്തൊക്കെയോ ഭയങ്കരമായിട്ട് പാടിയടാ എന്ന് അവർ പറയും. ബിക്കോസ് സബ് കോൺഷ്യസ് മൈൻഡ് ഭയങ്കര പവർഫുള്ളാണ്. സബ് കോൺഷ്യസ് മൈൻഡിന് നമ്മളേലും പവറുണ്ട്, ഫിസിക്കലി, ഇമോഷണലി, ക്രിയേറ്റീവ് വൈസ്. അതിന് സിക്സ്ത് സെൻസൊക്കെ ഉള്ളൊരു സാധനമാണ്. ടെലിപ്പതി ഉണ്ടാവും. ഇറ്റ് ക്യാൻ പ്രെഡിക്റ്റ് ദ ഫ്യൂച്ചർ. അങ്ങനെ ഭയങ്കര ഭയങ്കര പവറുള്ളൊരു സാധനമാണ് ഈ സബ് കോൺഷ്യസ് മൈൻഡ്. അപ്പം നിങ്ങൾ ആലോചിക്കും പോലെ എന്താ ഈ പറയുന്നത്, എനിക്ക് ടെലിപ്പതി, എനിക്ക് പ്രഡിക്ഷൻ പോകുന്നു, എനിക്ക് നാളത്തെ എക്സാം എന്നാന്ന് പോലും എനിക്ക് അറിയണം. അപ്പോഴാണ് അത് നിങ്ങളിപ്പോൾ സംസാരിച്ചത് നിങ്ങളെ കോൺഷ്യസ് മൈൻഡിനെ കുറിച്ചാണ്. സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. സബ് കോൺഷ്യസ് മൈൻഡ് ഇസ് സോ പവർഫുൾ. ഇറ്റ്സ് ലൈക്ക് നിങ്ങളുടെ കയ്യിലൊരു ഭയങ്കര ഒരു ഗാഡ്ജറ്റ് ഉണ്ട്. ഒരു എക്സാമ്പിൾ, ഒരു ബേസിക് ഫോൺ തന്നെ എടുത്തോളൂ. ഒരു അമ്മൂമ്മയുടെ കയ്യിലൊരു ഫോൺ, ഒരു 80 year old അമ്മാമ്മ ഒരു ഫോൺ യൂസ് ചെയ്യണം. അമ്മാമ്മയുടെ കയ്യിലുള്ളത് ഇപ്പോൾ വരാൻ പോകുന്ന ആപ്പിൾ 15 Pro ആണുള്ളത്. പക്ഷെ അമ്മാമ്മയ്ക്ക് ആകെപ്പാടെ അറിയാവുന്നത് ആ ചുവന്ന ബട്ടൺ, ആ പച്ച ബട്ടൺ, ഇങ്ങനെ ഈ 2 സാധനമാണ് അമ്മമ്മ ചെയ്യുന്നത്. അതായത് മോൻ വിളിച്ചാൽ ഇങ്ങനെ കാണിക്കും, മോൾ വിളിച്ചാൽ ഇങ്ങനെ കാണിക്കും. അങ്ങനെ പഠിച്ച് മറ്റേ കോഴിക്കുഞ്ഞിൻ്റെ കഥ പോലെ ഒന്നിൻ്റെ പേര് എന്ന് പറയുന്നത് പോലെ ഇത് മാത്രമാണ് അമ്മാമ്മ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായോ? പെട്ടെന്നൊരു ദിവസം കൊച്ചുമോൻ വീട്ടിൽ വന്നിട്ട് പെട്ടെന്ന് അമ്മാമ്മയുടെ ഫോണിൽ നിന്ന് അമ്മാമ്മയുടെ ഫേവറേറ്റ് പാട്ട്, കടലിനക്കരെ പോണോരേ കാണാ കൊയ്ത്തിന് പോണോരേ. അപ്പം അമ്മാമ്മ എടാ എൻ്റെ ഫോണിൻ്റെ അകത്ത് ഈ പാട്ടുണ്ടായിരുന്ന. അപ്പോൾ മോൻ പറഞ്ഞു, ആ അമ്മാമ്മയുടെ യൂട്യൂബ് അതെന്ത് സാധനം ചോദിച്ചു. അമ്മാമ്മ അന്ന് രാത്രി ഇരുന്ന് അമ്മാമ്മയുടെ ഫേവറേറ്റ് പാട്ടുകൾ, അപ്പാപ്പൻ്റെ കൂടെയുള്ള ഫേവറേറ്റ് പാട്ടുകളൊക്കെ ഇരുന്ന് കേട്ടു. അമ്മാമ്മ പിന്നെ മനസ്സിലാക്കി ഇതിനകത്ത് കാൽക്കുലേറ്റർ ഉണ്ട്, ഇതിനകത്ത് കുറേ ഫീച്ചേഴ്സ് ഉണ്ട്. വാട്സാപ്പിൽ വീഡിയോ കോള്, എൻ്റെ മരുമോളെയും എൻ്റെ മക്കളുടെ മക്കളെയൊക്കെ എനിക്ക് വീഡിയോയിൽ കാണാൻ പറ്റും. അമ്മാമ്മ ഭയങ്കര ഹാപ്പിയായി. പക്ഷേ 2-3 മാസമായിട്ട് ഈ ഫോണിൽ അമ്മാമ്മ ഇത്ര നേരം വെറും 2 ബട്ടണിൽ കളിച്ചുകൊണ്ടിരുന്ന അമ്മാമ്മ പതുക്കെ ഈ കുഞ്ഞു ചെറുക്കൻ, അതായത് 8 വയസ്സേ ഉണ്ടാവുള്ളൂ അവന്, മറ്റേ കൊച്ചുമോനാണ്, അത്രയും ചെറിയ വാവയാണ് അമ്മാമ്മയ്ക്ക് 80 വയസ്സുള്ള അമ്മാമ്മയ്ക്ക് ഇത് പഠിപ്പിച്ചു കൊടുത്തു. എന്നിട്ട് അമ്മാമ്മ ഇപ്പോൾ ഫോണിൽ എക്സ്പേർട്ടായി. ഇത് അവൻ പഠിപ്പിച്ച് കൊടുത്തില്ലായിരുന്നെങ്കിൽ, അവിടെയാണ് ചോദ്യം വരുന്നത്. ഇത് പഠിപ്പിച്ച് കൊടുത്തില്ലായിരുന്നെങ്കിൽ അമ്മൂമ്മയ്ക്ക് ഇത് വെറും ഒരു കഷ്ണം, ഒരു സാധനം, അത്രയേ ഉള്ളൂ, ഒരു ബ്രിക്ക്. പക്ഷേ ഇന്ന് അത് പഠിച്ചതുകൊണ്ട് അമ്മാമ്മയ്ക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റി. ഷീ ക്യാൻ ഡു സോ മെനി തിങ്സ്. ഷീ ക്യാൻ റൈറ്റ് എസ്സേസ്, ഷീ ക്യാൻ റെക്കോർഡ് മെസ്സേജ്, കുറേ കാര്യങ്ങൾ പഠിച്ചു. ഇത് നമ്മുടെ ബ്രെയിൻ, നമ്മുടെ മൈൻഡ് ഉണ്ടാക്കിയൊരു സാധനമാണ് ഈ ഫോൺ എന്ന് പറയുന്ന സാധനം. അപ്പോൾ ഇതുണ്ടാക്കിയ ഈ തലയ്ക്കകത്ത് ദൈവം എന്തൊക്കെ, അല്ലെങ്കിൽ യൂണിവേഴ്സ് എന്തൊക്കെ വെച്ചിട്ടുണ്ടാവും. ജസ്റ്റ് തിങ്ക് അബൌട്ട് ഇറ്റ്. നമ്മുടെയൊക്കെ കയ്യിലൊരു ഐഫോൺ അല്ല, അതിനും വലിയൊരു സാധനമാണ് നമ്മുടെ തലയ്ക്കകത്ത് വെച്ച് തന്നിരിക്കുന്നത്. നിങ്ങളത് എത്ര പേരാണ് അത് യൂസ് ചെയ്യുന്നത്? പലരും പറയും എനിക്കിത് എന്താണെന്ന് പോലും മനസ്സിലാവുന്നില്ല. ഈ ഫോൺ ഒരാൾ പഠിപ്പിച്ചു കൊടുത്തുകൊണ്ട് നമ്മളത് യൂസ് ചെയ്യുന്നു, കമ്പ്യൂട്ടർ പഠിച്ചതുകൊണ്ട് നമ്മളത് യൂസ് ചെയ്യുന്നു. അതേപോലെ മനസ്സിനെക്കുറിച്ച് പഠിച്ചവരാണ് ഏറ്റവും കൂടുതൽ മനസ്സിനെ ഈ ലോകത്ത് യൂസ് ചെയ്യുന്നത്. ഐ വിൽ സേ ദാറ്റ് അഗൈൻ. മനസ്സിനെക്കുറിച്ച് പഠിച്ചവർ മാത്രമാണ് ഏറ്റവും കൂടുതൽ മനസ്സിൻ്റെ പവർ ഈ ലോകത്ത് യൂസ് ചെയ്യുന്നത്. അല്ലാത്തവർ ഓട്ടോ പൈലറ്റിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതായത് മനസ്സ് പോകുന്നതിൻ്റെ കൂടെ ഇങ്ങനെ പോകും. നല്ലൊരു ഫാമിലിയിൽ ജനിക്കുകയാണെങ്കിൽ, നല്ലൊരു സ്മാർട്ട് ഒരു പാരൻറ്റിങ് ആണ് നടക്കുന്നത്, അല്ലെങ്കിൽ നല്ല സ്മാർട്ടായിട്ടുള്ള ടീച്ചേഴ്സ് ഉള്ള പിള്ളേരാണെങ്കിൽ അറിഞ്ഞോ അറിയാണ്ടോ കറക്റ്റ് പ്രോഗ്രാമിൽ അവർ വീഴും. കറക്റ്റ് ഗൈഡൻസിൽ അവരറിഞ്ഞോ അറിയാതോ അവരങ്ങനെ ജീവിച്ചു പോവും. അതൊരു ലക്കാണെന്ന് വേണമെങ്കിൽ പറയാം. സോ ഇഫ് യു ബിലോങ് ടു എ ബ്യൂട്ടിഫുൾ ഫാമിലി, ഇഫ് യു ഹാവ് ബിൻ ടോട്ട് അബൌട്ട് ക്യാരക്ടർ, നിങ്ങളുടെ മനസ്സിനെ കുറിച്ചൊക്കെ കുറച്ച് പറഞ്ഞു തന്ന ആൾക്കാർ നിങ്ങൾക്ക് ലൈഫിലുണ്ടെങ്കിൽ നിങ്ങൾ ലക്കിയാണ്. പക്ഷെ ഇല്ലെങ്കിലും ഒരു കുഴപ്പമില്ല. ഇല്ലെങ്കിൽ ഓട്ടോ പൈലറ്റിൽ നിങ്ങൾ എങ്ങനെയൊക്കെ ഇതുവരെ എത്തിയിട്ടുണ്ട്. അറിയാണ്ടോ നമ്മുടെ മനസ്സിലത്തെ ഈ പ്രോഗ്രാം, ഏറ്റവും ഒരു ബ്ലെസ്സിങ് എന്താണെന്ന് വെച്ചാൽ
ഇത് എന്ന് അറിയുന്നോ അന്ന് തൊട്ട് ഇതിൻ്റെ ഫുൾ പവർ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഈ അമ്മാമ്മ യൂസ് ചെയ്തതുപോലെ തന്നെ ആ ഫോൺ ഇത്രയും ദിവസം അമ്മാമ്മ യൂസ് ചെയ്യില്ല, 80 വയസ്സായ അമ്മാമ്മയാണ്. പക്ഷെ അമ്മാമ്മയ്ക്കും വീഡിയോ കോൾ ചെയ്യാൻ പറ്റും, അമ്മാമ്മയ്ക്കും എന്ത് വേണമെങ്കിലും പൂന്ത് വിളയാടാം. അതേ സമയത്ത് 20 വയസ്സുള്ളൊരു പയ്യൻ്റെ കയ്യിൽ ഇതിനെക്കുറിച്ച് ഒന്നും അറിയാണ്ട് ആ പയ്യൻ ഈ ഫോൺ യൂസ് ചെയ്യുകയാണെങ്കിൽ ഫോർ എ വെരി ലോങ് ടൈം. സോ ഏജ് ഡസ് നോട്ട് മാറ്റർ. ഇതിൽ എപ്പോൾ വേണമെങ്കിലും നമുക്ക് നമ്മുടെ മൈൻഡിൻ്റെ പവർ മനസ്സിലാക്കാം, അതിനെ യൂസ് ചെയ്യാൻ തുടങ്ങാം. ആൻഡ് ഇനി നമ്മൾ വി ആർ കമ്മിങ് ബാക്ക് ടു വാട്ട് വി വർ ടോക്കിംഗ് അബൌട്ട് ദ കോൺഷ്യസ് മൈൻഡ് ആൻഡ് ദ സബ് കോൺഷ്യസ് മൈൻഡ്. ഈ കോൺഷ്യസ് മൈൻഡിലാണ് നമ്മൾ കൂടുതൽ ഫങ്ഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് ഉണർന്നിരുന്ന സമയത്തും ഒക്കെ നമ്മൾ കോൺഷ്യസ് മൈൻഡിലാണ് കൂടുതൽ കാര്യങ്ങൾ നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ വിചാരിക്കും സബ് കോൺഷ്യസ് മൈൻഡ് ഉറങ്ങുകയാണെന്ന്. നോ. ഇപ്പം ഞാൻ പോലും അറിയാണ്ട് ഇപ്പം നിങ്ങളെല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കും. എൻ്റെ ഒച്ചയല്ലാണ്ട് നിങ്ങൾക്ക് ഇവിടെ വേറെ എന്തെങ്കിലും കേൾക്കുന്നുണ്ടോ എന്ന് നോക്കും. ആ ചേച്ചി എൻ്റെ അമ്മ അപ്പുറത്ത് TV കാണുന്നുണ്ട്, അത് കേൾക്കും. ഓക്കെ ചേച്ചി എൻ്റെ ഫാനിൻ്റെ ഒച്ച കേൾക്കാമെന്ന് പറയും. ഓക്കെ. ഓക്കെ അപ്പുറത്തൊരു പട്ടി കുരയ്ക്കുന്നുണ്ടെന്ന് ആരെങ്കിലും പറഞ്ഞായിരുന്നോ? അതെ, അത് എനിക്ക് കേൾക്കില്ല, പക്ഷെ നിങ്ങൾക്ക് കേൾക്കും. നിങ്ങളുടെ എൻവയറമെൻറ്റിൽ നിന്നാണ് നിങ്ങൾ പറയുന്നത്. ഈ ഒച്ചകളൊക്കെ നിങ്ങൾ കോൺഷ്യസ് ആയിട്ട് ശ്രദ്ധിച്ചപ്പോഴാണ് നിങ്ങളിപ്പോൾ കേട്ടത് അല്ലേ? നിങ്ങളുടെ സബ് കോൺഷ്യസ് ഇതെല്ലാം എപ്പോഴും കേൾക്കുന്നുണ്ട്. അറിഞ്ഞോ അറിയാതെയോ ഈ വീഡിയോ പോലും നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾ എന്നെ ശ്രദ്ധിക്കുകയാണെങ്കിൽ യു ഗൈസ് ആർ ലിസ്ണിങ് ടു മീ. ഈ സാധനങ്ങളൊക്കെ ബാക്ക്ഗ്രൗണ്ടിലുണ്ടെങ്കിലും വിഷ്വലി ഓൾസോ യു ആർ റെക്കോർഡിങ്ങോ. നിങ്ങളിത് കാണുമ്പം എന്നെ മാത്രമല്ല, ഫോണിൻ്റെ അപ്പുറത്തൊരു കലം ഇരുന്നാൽ നിങ്ങൾ ആ കലം നിങ്ങളുടെ കണ്ണ് പെരിഫറൽ വിഷൻ എന്ന് പറയും. പെരിഫറൽ വിഷൻ എന്ന് വെച്ചാൽ എന്താണ്? ഞാൻ പോലും ഇങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് ഈ സൈഡിൽ ശ്രീനി ഇരിക്കുന്നത് കാണാം, ഈ സൈഡിൽ നമ്മുടെ ലൈറ്റ് സ്റ്റാൻഡിൻ്റെ ലൈറ്റ് കാണാം, അപ്പുറത്ത് ചെടിയുണ്ട്. എൻ്റെ പെരിഫറൽ വിഷനാണ്. നമ്മൾ നോക്കുന്നത് ഇങ്ങോട്ട് നോക്കിയിട്ട് തന്നെ എനിക്ക് മനസ്സിൽ ഇവിടെ ഒരാൾ അനങ്ങി എനിക്ക് അറിയാൻ പറ്റും. സോ ഇതിനെയാണ് പെരിഫറൽ വിഷൻ എന്ന് പറയുന്നത്. സോ വെൻ യു ആർ ലിസണിങ് ടു സംതിങ്, അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് ഇസ് ഓൾവേസ് ഓൺ റെക്കോർഡ് മോഡ്. അതിന് ഈ GB TB ഒന്നുമില്ല, അതിന് അൺലിമിറ്റഡ് സ്പേസാണ് കിടക്കുന്നത്. അതിങ്ങനെ റെക്കോർഡ് ചെയ്തുകൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് ഈ ഹിപ്നോട്ടൈസൊക്കെ ചെയ്യുന്ന സമയത്ത് ഒരാൾ പറയും ഒരു ട്രോമയുണ്ട് എന്നൊക്കെ പറയുമ്പോൾ ചിലവർ ഈ ലൈസൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ ഹിപ്നോട്ടൈസ് ചെയ്യാൻ കിടക്കുമ്പോൾ അവർ പറയും നിങ്ങളുടെ ചെറുപ്പകാലത്തിലേക്ക് പോവും എന്ന് പറയും, 4 വയസ്സിലേക്ക് പോവും എന്ന് പറയും. അപ്പോൾ അവൻ കരയും. ഞാൻ പറയും 4 വയസ്സ് അന്ന് എൻ്റെ അച്ഛൻ എന്നെ വഴക്ക് പറഞ്ഞു എന്നിട്ട് കരയും. അവൻ ആ സമയത്ത് 4 വയസ്സ് ആ ഡേയിൽ നിൽക്കുകയാണ്. അപ്പോൾ ഈ ഡോക്ടർ പറയും, തെറപ്പിസ്റ്റ് പറയും, നിങ്ങളുടെ ആ 4 വയസ്സിൽ അച്ഛൻ എന്ത് ഡ്രസ്സാണ് ഇട്ടിരിക്കണതെന്ന് ചോദിക്കും. അവർ അച്ഛൻ ഒരു മുണ്ടാണ് എടുത്തിരിക്കണത്, ഒരു കള്ളിമുണ്ട്, പിന്നെ ഷർട്ട് ഇട്ടിട്ടില്ല, ഒരു മാല മാത്രമുണ്ട്, ഒരു ഗോൾഡ് ചെയിനുണ്ട്, കയ്യിലൊരു കുഞ്ഞു ചൂരലുണ്ട് എന്ന് പറയും. ഓക്കെ, എന്നിട്ട് പറയും നിങ്ങളുടെ ചുറ്റുവട്ടത്ത് അവിടെ കോഴി കളിച്ചുകൊണ്ട് കിടക്കും, കോഴിയുണ്ട് എന്നൊക്കെ പറയും. അവനെല്ലാം ഓർത്തിരിക്കുന്നുണ്ട്. ഇതേ അന്ന് 4 വയസ്സിൽ എന്താ നടന്നതെന്ന് കോൺഷ്യസ് ആയിരിക്കുന്ന ഒരു സമയത്ത് ഈ പയ്യനോട് ചോദിച്ചാൽ, ഇപ്പം ഈ പയ്യന് 22 ഇയേഴ്സ് 23 ഇയേഴ്സ് ഉണ്ടാവും. പക്ഷെ ഇന്ന് ആ പയ്യനോട് ചോദിച്ചാൽ അവന് ഓർമ്മയുണ്ടാവില്ല. പക്ഷേ യുവർ സബ് കോൺഷ്യസ് മൈൻഡ് റിമെമ്പേഴ്സ് എവ്രിതിങ് that happens in your life. It remembers everything. It records, retain and recall. ഇത് നിങ്ങൾക്ക് ആ പോയിൻ്റായിട്ട് എഴുതാം. 3 വേർഡ്സാണ്. റെക്കോർഡ്, RRR, നമ്മുടെ രാജ്മൗലിയുടെ സിനിമ പോലെ. റെക്കോർഡ്, റീറ്റെയിൻ ആൻഡ് റീകോൾ. റെക്കോർഡ് ചെയ്യാന്ന് വെച്ചാൽ ഇപ്പോൾ ഈ ക്യാമറ റെക്കോർഡ് ചെയ്തു, എന്നിട്ട് നമ്മുടെ ചാക്കോ എഡിറ്റർ എന്ത് ചെയ്യും, അത് റീറ്റെയിൻ ചെയ്യും കയ്യിൽ. റീറ്റെയിൻ എന്ന് വെച്ചാൽ എൻ്റെ കയ്യിൽ സൂക്ഷിക്കും. പിന്നെ അവൻ എന്താ ചെയ്യുന്നത്, റീകോൾ ചെയ്യും. എപ്പം എഡിറ്റ് ചെയ്യേണ്ട സമയത്ത് അവൻ റീകോൾ ചെയ്യും. തിരിച്ചു വാ, എൻ്റെ കമ്പ്യൂട്ടറിലേക്ക് തിരിച്ചു വാ. അതിനെയാണ് എഡിറ്റ് ചെയ്തിട്ട് നമ്മൾ പബ്ലിഷ് ചെയ്യുന്നത്. ഇതേ ഫങ്ഷനാണ് നമ്മുടെ മൈൻഡും ചെയ്യുന്നത്. നമ്മൾ എക്സാമിന് പഠിക്കുന്നു. 1300 പേജുള്ള ഒരു ബുക്കാണ് ഒരു പയ്യൻ പഠിച്ചത്. 1300 പേജ് നിങ്ങൾക്ക് ബൈ ഹാർട്ട് ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നിങ്ങളാണോ പഠിക്കുന്നത്? വെരി സോറി, നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡാണ് ഇതിനൊക്കെ നിങ്ങളുടെ കൂടെ നിൽക്കുന്നത്. അതുകൊണ്ടാണ് മനസ്സിരുത്തി പഠിക്കുക എന്ന് പറയുന്നത്. മനസ്സിരുത്തി പഠിക്കുക. നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കുക, നിങ്ങൾ പഠിച്ച് സൂപ്പറായിട്ട് പഠിച്ചു, 1 മാസം എടുത്ത് പഠിച്ചു. എക്സാമിൻ്റെ അന്ന് ഹാളിൽ പോകുന്നതിന് തൊട്ട് മുമ്പ് നിങ്ങളുടെ ഗേൾ ഫ്രണ്ടോ ബോയ് ഫ്രണ്ടോ വിളിച്ചിട്ട് പറയാ, ചേട്ടാ
ഈ ബന്ധം നമുക്കിനി നടക്കില്ല, വീട്ടിൽ സമ്മതിച്ചിട്ടില്ല, നമുക്ക് ബ്രേക്കപ്പ് വേണം, നമ്മുടെ ക്ലാസ്സൊക്കെ പറയുന്നു. അങ്ങനെ ഒരാൾ പറയണം. എക്സാം ഹാളിൽ കയറുന്നതിന് തൊട്ട് മുൻപ് ഗേൾ ഫ്രണ്ടോ ബോയ് ഫ്രണ്ടോ വിളിച്ച് എന്തോ ഒരു പൊട്ട കാരണത്തിന് നിങ്ങളോട് ബ്രേക്കപ്പായി. നിങ്ങൾ 1.5 മാസമല്ല, ഇനി 1 വർഷം എടുത്ത് നിങ്ങൾ ആ ബുക്ക് പഠിച്ചിട്ടും കാര്യമില്ല. എക്സാം ഹാളിൽ കയറുമ്പോൾ നിങ്ങളുടെ മനസ്സ് നിങ്ങളുടെ കൂടെ ഉണ്ടാവില്ല. നിങ്ങൾ ബ്ലാങ്ക് ആയിരിക്കും, നിങ്ങൾ സങ്കടത്തിലായിരിക്കും. നിങ്ങൾക്ക് അറിയുന്ന ആൻസേഴ്സ് പോലും നിങ്ങൾക്ക് എഴുതാൻ പറ്റുമോ? എഴുതിയാൽ നിങ്ങൾ വേറെ ആരും ആണെന്ന് ഞാൻ പറയും, വേറെ ലെവലായിരിക്കും. അങ്ങനെ എഴുതാൻ പറ്റുന്നവരുണ്ട്. മനസ്സിനെ കയ്യിലെടുത്തവർക്ക് പറ്റും. മനസ്സിനെ മനസ്സിലാക്കി മനസ്സിനെ നമ്മുടെ കയ്യിൽ നിർത്തിയ ആൾക്കാർക്ക് ആ എക്സാം പൊളിച്ചെഴുതാൻ പറ്റും. ബിക്കോസ് അവരെന്ത് ചെയ്യുന്നറിയോ, ഈ ഇമോഷൻ, യെസ്, സങ്കടം, സന്തോഷം, ഉത്സാഹം, ഇതെല്ലാം നമുക്ക് വരണം, അല്ലെങ്കിൽ നമ്മൾ മനുഷ്യരല്ല. പക്ഷേ ഇതിനെ നമ്മൾ കൺട്രോൾ ചെയ്യാനും കൂടി പഠിച്ചാൽ നമ്മൾ നല്ല സ്മാർട്ട് മനുഷ്യരാവും. ഇപ്പോൾ മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ അറിയാത്തൊരു പയ്യനായിരുന്നെങ്കിൽ ആ സമയത്ത് എന്ത് ചെയ്യും, അല്ലെങ്കിൽ ഒരു പെങ്കൊച്ചായിരുന്നെങ്കിൽ ക്രാഷായി പോകും, ഫോൺ കട്ട് ചെയ്തിട്ട് കൈയൊക്കെ വിറയ്ക്കും, തിരിച്ചങ്ങോട്ട് മിസ് കോൾ അടിക്കും, അവൾ എടുക്കുന്നില്ല, അയ്യോ എനിക്ക് എക്സാം, തലകറങ്ങുന്നു, ഛർദ്ദിക്കാൻ വരുന്നു. അപ്പോൾ ഫ്രണ്ട്സിനോട് പറയടാ എനിക്ക് പറ്റൂല, എൻ്റെ അവൾ ബ്രേക്കപ്പ് ആവും. എടാ നീ എന്താ പറയണത്, നമുക്ക് പേപ്പർ കൊടുക്കാൻ തുടങ്ങി, എനിക്ക് പറ്റൂല പ്ലീസ്. എന്നിട്ട് എങ്ങനെയെങ്കിലുമൊക്കെ ക്ലാസ്സിൽ പോയിരിക്കും. ടീച്ചർ പറയും ലാസ്റ്റ് ബെല്ലായി, എല്ലാവരും അകത്ത് കയറും. അപ്പോൾ ബുക്കൊക്കെ ഫോണൊക്കെ അവിടെ വെച്ചിട്ട് മനസ്സ് മുഴുവൻ ഫോണിലായിരിക്കും. അവൾ തിരിച്ച് വിളിച്ചോ, എൻ്റെ ഫോൺ വല്ല മെസ്സേജ് അയച്ചോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കും. പേപ്പർ വരുമ്പം മുഖമൊക്കെ ഇങ്ങനെ തണുക്കാൻ തുടങ്ങും, മുഖമൊക്കെ ഡ്രൈ ആവും, ചുണ്ടൊക്കെ വരണ്ടു പോവും, ചിലപ്പോൾ ഒരു ബ്ലൂ കളറാവും. ബിക്കോസ് നമ്മുടെ ബോഡി ഫ്ലൈറ്റ് ആൻഡ് ഫൈറ്റ് മോഡിലേക്ക് കയറും. അതായത് ഇതൊരു പണ്ടുകാലത്ത് മനുഷ്യർ, നമ്മളൊക്കെ എവിടെ നിന്നാണ് വന്നത്, നമ്മുടെ ഏറ്റവും മുത്തശ്ശനൊക്കെ എവിടെയാണ് ജീവിച്ചിരുന്നത്, കാട്ടിലാണ്. അപ്പോൾ ഒരു ലയനോ ടൈഗറോ വന്നാൽ നമ്മൾ ഓടണം അല്ലേ. ആ ഓടുന്ന ആ മെക്കാനിസം ഇന്നും നമ്മുടെ ബോഡിയിലുണ്ട്, പക്ഷെ നമ്മൾ യൂസ് ചെയ്യുന്നില്ല. ശരിക്കും ഇന്നൊരു പട്ടീനെ കണ്ടാൽ നമ്മൾ ഓടും, പക്ഷെ അങ്ങനെ എല്ലാവരെയും കാണില്ല. പക്ഷേ ആ സെയിം റെസ്പോൺസാണ് ആ പയ്യന് ആ സമയത്ത് ബോഡിയിൽ വരിക. അവൻ്റെ ചുണ്ടൊക്കെ വരും, അവൻ്റെ കൈയൊക്കെ വിറയ്ക്കും. ബിക്കോസ് യുവർ ബ്ലഡ് ഇസ് റഷിങ്. നമ്മളെ രക്ഷപ്പെടുത്താൻ വേണ്ടി, ആ സിറ്റുവേഷനിൽ നിന്ന് ഓടാൻ വേണ്ടി കൈയിലേക്കും കാലിലേക്കും ബ്ലഡ് റഷ് ചെയ്യും. നമ്മുടെ തല കറങ്ങും, ബിക്കോസ് ബ്രെയിനിലൊക്കെ ബ്ലഡ് പതുക്കെ കുറഞ്ഞു തുടങ്ങും. ഇങ്ങനെയൊക്കെ ആയിരിക്കും അവൻ റിയാക്ട് ചെയ്യുക. അവന് പേപ്പറൊക്കെ മുമ്പിൽ വരും, ക്വസ്റ്റ്യൻ അവന് എന്താന്ന് പോലും വായിക്കാൻ പറ്റില്ല, കണ്ണൊക്കെ ബ്ലറായിരിക്കും, അവൻ്റെ വിഷൻ മാറും, അവന് കേൾക്കാൻ പറ്റില്ല. ടീച്ചർ അവൻ്റെ പേര് അറ്റൻഡൻസിൽ വെച്ചാൽ അവൻ കേൾക്കില്ല, ഹീ ഈസ് നോട്ട് ദെയർ. അവൻ എന്ത് ചെയ്യും? അവന് എഴുതാൻ പറ്റില്ല, അവൻ എക്സാമിന് തോക്കും, അവന് ഒരു ക്വസ്റ്റ്യൻ പോലും വായിക്കാൻ പറ്റില്ല. പക്ഷേ ലെറ്റ്സ് കം ടു ദ അതർ സൈഡ്. മൈൻഡ് കൺട്രോൾ ചെയ്യാൻ പഠിച്ച ഒരാൾ എന്താ ചെയ്യുക? What will he do? He will try to control his emotion. Because ഈ ഇമോഷനാണ് ഈ പറയുന്ന എല്ലാ കാര്യങ്ങളെയും ട്രിഗർ ചെയ്യുന്നത്. നമ്മുടെ ഫ്ലൈറ്റ് ആൻഡ് ഫൈറ്റ് മോഡ്, നമ്മുടെ ടെൻഷൻ, നമ്മുടെ ചുണ്ട് വരളുന്നത്, ഇതെല്ലാം ട്രിഗർ ചെയ്യുന്നത് ഏതാണ്? ആ ഒരു ഇമോഷനാണ് അല്ലേ. അവൾ ബ്രേക്കപ്പായി എന്നുള്ള പറയുമ്പോൾ വരുന്ന ഒരു റിയാക്ഷൻ. ഇമോഷൻ എന്ത് വന്നാലും നമ്മൾ ഒരു സിറ്റുവേഷന് ഇത്രയും നാൾ മറ്റേ പയ്യൻ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഹീസ് റിയാക്ടിങ്. അടിക്കാൻ വന്നാൽ തിരിച്ചടിക്കുക, കല്ലെറിഞ്ഞാൽ തിരിച്ച് കല്ലെറിയുക, എല്ലാം റിയാക്റ്റാണ്. ഇത്രയും വർഷം ചെയ്യും റിയാക്ട്. ഇവൻ റെസ്പോണ്ട് ചെയ്യും. ഇത് എഴുതിക്കോളൂ, റെസ്പോണ്ട്. റിയാക്ഷൻ എന്ന് പറയുന്നത് ഇത് ഇൻസ്റ്റൻസ് സാധനമാണ്, ചിന്തിക്കാണ്ട് നമ്മൾ ഓട്ടോ പൈലറ്റിൽ ചെയ്യുന്നതാണ് റിയാക്ഷൻ. ഈ പയ്യൻ, അതായത് മൈൻഡ് കൺട്രോൾ ചെയ്യാൻ പഠിച്ച പയ്യൻ എന്ത് ചെയ്യുക? അവൻ റെസ്പോണ്ട് ചെയ്യും. ഹൗ ഡു യു റെസ്പോണ്ട്? ആദ്യം നമ്മുടെ മനസ്സിന് നമ്മളൊരു സെപ്പറേറ്റ് ആളായിട്ട് പുറത്തേക്ക്, അതായത് നമ്മൾ പറയില്ലേ, നമ്മുടെ മൂന്നാമതൊരാളായിട്ട് നമ്മളെ തന്നെ കാണുക. ഇത് പ്രാക്ടീസ് ചെയ്താലേ പറ്റുള്ളൂ. ആൻഡ് യു ഹാവ് ടു ഡിറ്റാച്ച് യുവർ സെൽഫ്. അതായത് ഇപ്പം ഞാൻ എന്നിൽ നിന്ന് എന്നെ അറ്റാച്ച് ചെയ്തിരിക്കുകയാണ്. യു ഹാവ് ടു ഡിറ്റാച്ച് യുവർ സെൽഫ് ഫ്രം യുവർ സെൽഫ് ആൻഡ് ദെൻ ഒബ്സർവ്. ആദ്യം എന്താ ചെയ്യേണ്ടത്? ഡിറ്റാച്ച് ചെയ്യുക, ഒബ്സർവ് ചെയ്യുക. ഒബ്സർവ് എന്ന് വെച്ചാൽ എന്താണ്? നമ്മളെ തന്നെ നോക്കുക. എന്താണ് എനിക്കിപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഇങ്ങനെ ഒരു ബ്രേക്കപ്പ് വന്നു, അപ്പോൾ സിറ്റുവേഷൻ കാണുകയാണ്. ഓക്കെ, ബ്രേക്കപ്പായി. പക്ഷേ വാട്ട് ഈസ് മോർ ഇമ്പോർട്ടൻറ്റ്? എക്സാം ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഞാൻ ഇത്രയും വർഷം കഷ്ടപ്പെട്ട് പഠിച്ച്
ഞാൻ ഫീസ് കൊടുത്തു എന്നൊക്കെ ഉള്ളതൊക്കെ അവൻ ആലോചിക്കും. അവൻ റിയലിസ്റ്റിക് ആയിട്ട് അവൻ ചിന്തിക്കും, പ്രാക്ടിക്കലായിട്ട് അവൻ ചിന്തിക്കും. എൻ്റെ അവൻ പറയും എന്തായാലും ഒരു 3 hours എക്സാം എഴുതിയേ പറ്റൂ. ടെൻഷൻ അടിച്ചാൽ എക്സാമിനും തോക്കും, ഇതെന്താണെങ്കിലും നടക്കും. സോ വാട്ട് വിൽ ഹീ ഡു? കോൺഷ്യസ്ലി ഹീ വിൽ ട്രൈ ടു ഹാക്ക് ഇൻ ടു ഹിംസെൽഫ്. ഹാക്ക് എന്ന് വെച്ചാൽ എന്താണ്? യു ഹാവ് ടു ഹാക്ക് യോർ സെൽഫ് ദെയർ. നമ്മുടെ മനസ്സിനെ ഹാക്ക് ചെയ്യാൻ ഏറ്റവും ഈസിയസ്റ്റ് മെത്തേഡ് ഏതാണെന്ന് അറിയാം? മനസ്സിനെ ഹാക്ക് ചെയ്യാൻ ഈസിയസ്റ്റ് മെത്തേഡ്. ഇനിയിപ്പോൾ എനിക്കത് ചെയ്യണം, ഒരു 4 മാസം കഴിയുമ്പോൾ ചെയ്യണം. ബ്രീതിങ്. പ്രഗ്നൻറ്റ് ലേഡീസിനോട് നമ്മൾ പറയും ബ്രീത് ചെയ്യ്, പോടന്ന് പാ എന്ന് പറയും അവർ, വേദന നന്നായിട്ടുണ്ടെങ്കിൽ. അല്ലെങ്കിൽ അവരും എന്ത് ചെയ്യും? അവർ ബ്രീത് ചെയ്യും. 5:7 എന്ന് പറയുന്നൊരു ബ്രീതിങ് ഉണ്ട്. അത് ഈ പെയിൻ വരുന്ന ടൈമിലുള്ളതാണ്. 5:7. 5 ഇൻഹെയിൽ, 7 എക്സെയിൽ. ഇമാജിൻ എ കാൻഡിൽ ഇൻ ഫ്രണ്ട് ഓഫ് യു. അത് ഊതുന്നത് പോലെ ഊതുക. ഇത് പെയിനുള്ള സമയത്ത്, അത് ഭയങ്കര വേദന ഒക്കെ അനുഭവിക്കുന്നവർക്കുള്ളതാണ് 5:7. മനസ്സിനെ ഫോക്കസ് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ നമ്മുടെ മനസ്സ് ഇപ്പോൾ പേടിച്ച് വെപ്രാളം പിടിച്ച് നടക്കുന്ന സമയത്ത് മനസ്സിനെ നമ്മുടെ അടുത്തേക്ക് ഇൻ അലൈൻമെൻറ്റ് വിത്ത് ആർ ബോഡി ആൻഡ് മൈൻഡ് രണ്ടിനെയും ഒരുമിച്ച് കൊണ്ടുവരാൻ സ്ക്വയർ ബ്രീതിങ്. 4:4:4:4. അതാണ് ചെയ്യേണ്ടത്. ഇൻഹേൽ 4, ഹോൾഡ് ദാറ്റ് ബ്രെത്ത് 4, എക്സ്ഹേൽ 4, ഹോൾഡ് ദാറ്റ് എംപ്റ്റി സ്പേസ് 4. സ്ക്വയർ ബ്രീതിങ്ങിനെ കുറിച്ച് പിന്നെ ഒരു ദിവസം നമുക്ക് സംസാരിക്കാം. പക്ഷേ ദിസ് ഇസ് കോൾഡ് സ്ക്വയർ ബ്രീതിങ്. അപ്പം ഈ മൈൻഡ് കൺട്രോൾ ചെയ്യാൻ അറിയുന്ന പയ്യൻ എന്താ ചെയ്യുക? അവൻ പെട്ടെന്ന് കട്ട് ഓഫ് ചെയ്യും അവൻ്റെ മൈൻഡിനെ ഫ്രം ഓൾ ദീസ് ഡിസ്ട്രാക്ഷൻസ് ഓഫ് ബ്രേക്കപ്പ് ആൻഡ് ആ പെണ്ണ് വിട്ടിട്ട് പോകും. അതൊക്കെ അവൻ പെട്ടെന്ന് അങ്ങനെ കട്ട് ഓഫ് ചെയ്യും. ആ മൈൻഡ് അങ്ങനെ കട്ട് ഓഫ് ചെയ്തിട്ട് he'll come back to himself. He will use some techniques on breathing. 4:4:4 breathing ചെയ്യും. He'll be like, bro, you can do this, okay? അല്ലെങ്കിൽ ഒരു പെങ്കൊച്ചാണെങ്കിൽ എടി നീ വെയിറ്റ് ചെയ്യും, നമുക്ക് സെറ്റാക്കാം. ആദ്യം നമുക്ക് എക്സാം എഴുതാം. ആദ്യം നമുക്ക് എക്സാം എഴുതണം. നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട് ആരാണ്? നമ്മുടെ അകത്തുണ്ട്. അവനെ ടേക്ക് ഓവർ ചെയ്യാൻ പറയും. യു ടേക്ക് ഓവർ പ്ലീസ്, ബിക്കോസ് എനിക്കിപ്പോൾ ഒരു ചെറിയൊരു റിലാക്സ് ചെയ്യണം. നീ ടേക്ക് ഓവർ ചെയ്യ്, നമുക്ക് എക്സാം ഒരുമിച്ച് എഴുതാം. എന്ത് ചെയ്യും? ഒരുമിച്ച് എഴുതാം. അതിന് നമ്മുടെ മനസ്സാണ് നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട്. അപ്പം മനസ്സിനെ തിരിച്ചു കൊണ്ടുവരാൻ സ്ക്വയർ ബ്രീതിങ് ചെയ്യും. ആൻഡ് ഇൻസ്റ്റൻ്റ്ലി ദാറ്റ് പേഴ്സൺ സ്റ്റാർട്ട്സ് ടു ഫീൽ. അപ്പം തന്നെ കാമാവില്ല, പക്ഷേ റിപ്പീറ്റഡ് ആയിട്ട് ഒരു 2-3 ടൈംസ്. അപ്പോഴേക്കും ടീച്ചർ വിളിക്കുന്നു. ടീച്ചർ വിളിക്കുമ്പോൾ പേപ്പർ വാങ്ങിക്കുമ്പോൾ പോലും ഇവൻ സ്ക്വയർ ബ്രീതിങ് ചെയ്തുകൊണ്ടാണ് ആ പേപ്പർ വാങ്ങിക്കുന്നത്, സീറ്റിലിരിക്കുന്നത്. ബെല്ലടിച്ചു, ക്വസ്റ്റ്യൻ പേപ്പർ കയ്യിൽ കിട്ടി. അത് തുറന്ന് നോക്കുന്നതിന് മുമ്പ് അവനൊരു 10 ടൈംസ് മിനിമം സ്ക്വയർ ബ്രീത് ചെയ്യാണ്. സ്ക്വയർ ബ്രീത് ചെയ്യുമ്പോൾ അവൻ അങ്ങനെ കാമാവുകയാണ്, ബിക്കോസ് അവൻ്റെ മനസ്സ് കാമായി. വെൻ യുവർ മൈൻഡ് ബിക്കംസ് കാം, യുവർ ബോഡി ബിക്കംസ് കാം. വെൻ യുവർ ബോഡി ബിക്കംസ് കാം, automatically your breathing becomes extremely calm. And when your breathing becomes calm, the whole blood circulation in your body becomes perfect. നേരത്തെ ടെൻഷനായപ്പോൾ ബ്ലഡ് സർക്കുലേഷൻ മാറി, കൈ വരയ്ക്കുന്നു, ഇത് ചുണ്ട് വരുന്നു, കണ്ണ് കാണുന്നില്ല, ചെവി കേൾക്കുന്നില്ല, ഇതൊക്കെ പറ്റും. പക്ഷേ നമ്മുടെ മൈൻഡ് കാമാവുമ്പോൾ പിന്നെയും തിരിച്ച് നമ്മുടെ ഹാർട്ട് പമ്പ് ചെയ്യുന്നു, ബ്ലഡൊക്കെ മുഖമൊക്കെ പിന്നെയും കുറച്ച് ചുമക്കും, ബ്ലഡൊക്കെ എല്ലായിടത്തും ഈക്വലി ഡിസ്ട്രിബ്യൂട്ട് ആവും, മനസ്സ് കാമാവും. ദെൻ യു ആർ റെഡി ടു റൈറ്റ് യുവർ എക്സാം. ചിലപ്പോൾ അവൻ നേരത്തെ എഴുതിയതിനേലും ബ്രേക്കപ്പ് ആയതുകൊണ്ട് ചിലപ്പോൾ അവൻ ഇതിനേലും നന്നായിട്ട് അവൻ എഴുതും. അവൻ എക്സാം എഴുതി, എക്സാം സൂപ്പറായിട്ട് അവൻ എഴുതി, എക്സ്ട്രാ ഷീറ്റ് വാങ്ങിച്ച്. ഇടയ്ക്കിടയ്ക്ക് ഈ തോട്ട് ഇടയ്ക്കിടയ്ക്ക് അവന് വരും. ഒരു 1/2 hour കഴിഞ്ഞപ്പോൾ പിന്നെയും അവൾ വിട്ടിട്ട് പോകുമോ എന്നൊരു തോട്ട് വന്നപ്പോൾ അവൻ്റെ മൈൻഡ് അവിടെ നിൽപ്പുണ്ട്, ഇങ്ങനെ വാച്ച്മാനെ പോലെ മൈൻഡ്. ബിക്കോസ് മൈൻഡിനൊരു ജോലി കൊടുത്തിട്ടുണ്ട്. എന്തായിരുന്നു? എടാ നീ എൻ്റെ കൂടെ ഇന്ന് നിൽക്കണം, എനിക്ക് പറ്റുന്നില്ല, നീ വേണം ഇന്ന് എക്സാം എഴുതാമെന്ന് കോൺഷ്യസ് ആയിട്ട് അവൻ സബ് കോൺഷ്യസ് മൈൻഡിനോട് പറഞ്ഞു. ആ ജോലി ഇനി അവൻ ചെയ്യാണ്ട് വിടൂല. ഈ തോട്ട് വരുമ്പോൾ എന്ത് ചെയ്യും? സബ് കോൺഷ്യസ് മൈൻഡ്, ആ മൈൻഡ് കയറി നിൽക്കും. ഹേ തോട്ട് വെയിറ്റ് എന്ന് പറഞ്ഞിട്ട് പിന്നെയും ഒരു 2 റൗണ്ട് അല്ലെങ്കിൽ 3 റൗണ്ട് സ്ക്വയർ ബ്രീതിങ് അങ്ങോട്ട് ചെയ്യും. ആ തോട്ട് പോയി. Again he's back to the focus, back to the exam. And he finishes the paper. Beautifully he'll finish the paper. He instantly has a smile on his face. അവൻ പഠിച്ചതൊക്കെ അവൻ ഓർക്കാൻ പറ്റുന്നുണ്ട്. And
ആഫ്റ്റർ ദി എക്സാം ഗെറ്റ്സ് ഓവർ അവൻ തിരിച്ച് ഫോൺ പോലും എടുത്തില്ല. ഹീസ് ഡിസ്കസിങ് ദ പേപ്പർ വിത്ത് ഹിസ് ഫ്രണ്ട്സ് ബിക്കോസ് അത്രയ്ക്ക് അവൻ ആ തോട്ടിൽ നിന്ന് പുറത്തു വന്നു. അവൻ റിലാക്സ്ഡായി. ആ ബ്രേക്കപ്പ് ആയ ആൾ വിചാരിക്കും ഇവൻ എന്താ തിരിച്ചു വിളിക്കാത്തത് ആലോചിക്കുന്നുണ്ടാവും. തിരിച്ചു വിളിച്ചപ്പോൾ അവൾ പറയാം, ചേട്ടാ ഞാൻ ചുമ്മാ തമാശ ഏപ്രിൽ ഫുൾ ചെയ്തതാണ്. ഇതൊക്കെ ഞാൻ ചുമ്മാ പറഞ്ഞതാണ്. പക്ഷേ ഇതൊരു സിറ്റുവേഷനാണ്. ഇതേപോലത്തെ ഒരു സിറ്റുവേഷൻ എനിക്ക് റിയൽ ലൈഫിൽ പറ്റിയിട്ടുണ്ട് സിമിലറായിട്ട്. ഐ ഹാവ് ടു ഗോ ഓൺ സ്റ്റേജ്. അന്ന് ഞാൻ ചെന്നൈയിലാണ്. 7000 പേരുടെ സ്റ്റേജാണ്. ആൻഡ് ഇറ്റ് ഈസ് ലൈക്ക് അവരുടെ മലയാളി അസോസിയേഷൻ്റെ ഒരു പെർഫോമൻസ് നടക്കുകയാണ് സ്റ്റേജിൽ. ആൻഡ് ഐ ഹാവ് ടു ഗോ ഓൺ സ്റ്റേജ് ആൻഡ് ഒരു എക്സ്ട്രീംലി ഡിഫിക്കൾട്ട് ഒരു സിറ്റുവേഷൻ ജസ്റ്റ് ബിഫോർ ദ പ്രോഗ്രാം ഐ എം ഹിയറിങ്. അതെന്താണെന്ന് ഐ ഡോണ്ട് വാണ്ട് ടു റിവീൽ ബിക്കോസ് ഇറ്റ്സ് ലിറ്റിൽ പേഴ്സണൽ. പക്ഷേ ഐ വാസ് ക്രൈങ്, ഐ വാസ് സാഡ്. ഡെഫിനറ്റ്ലി മേക്കപ്പൊക്കെ ഒലിച്ചു പോയി. സ്റ്റേജിൽ കയറേണ്ട സമയമായി. ഞാൻ എന്നിട്ട് അന്നൊന്നും ഞാൻ ഇതിൽ എക്സ്പേർട്ട് അല്ല കേട്ടോ. എനിക്കിത് ഡാഡി പറഞ്ഞു തന്നിട്ടുണ്ട്. പക്ഷെ ഞാൻ അങ്ങനെ യൂസ് ചെയ്യേണ്ട സിറ്റുവേഷൻ വന്നാലേ നമ്മുടെ കയ്യിൽ കത്തിയുണ്ട്, കുത്തേണ്ട സമയം വരുമ്പോഴല്ലേ നമ്മൾ തുറക്കുള്ളൂ എന്ന് പറയുന്ന പോലെ അന്ന് ഞാൻ ഒന്ന് യൂസ് ചെയ്ത് നോക്കി. ഐ ഡിഡ് സ്ക്വയർ ബ്രീതിങ് വെൻ ഐ വാസ് സ്റ്റാൻഡിങ് ബാക്ക് സ്റ്റേജിൽ ഇങ്ങനെ ഡാൻസേഴ്സ് അങ്ങോട്ട് പോകുന്നു. ഐ ഹാവ് ടു ഗോ ഓൺ സ്റ്റേജ്, ഐ ഹാവ് ടു ടോക്ക്, ഐ ഹാവ് ടു എൻ്റർടൈൻ പീപ്പിൾ. ഐ മീൻ ആങ്കർ എന്ന് വെച്ചാൽ എന്താണ്? ഇപ്പം നമ്മൾ ഷിപ്പിനെ ആങ്കർ ചെയ്യുന്നത് പോലെ ഷിപ്പിൽ ആങ്കർ താഴെ ഇട്ടാൽ ഷിപ്പ് അവിടെ നിന്ന് അനങ്ങൂല. ആങ്കർ എന്ന് പറഞ്ഞാൽ മറ്റേ ഇങ്ങനെയുള്ള സാധനമാണ്. ഒരു എന്താ പറയുക, ഒരു ഹുക്ക് പോലത്തെ സാധനമാണ് അത്. ആങ്കർ എന്ന് വെച്ചാൽ അത് താഴെ ഇടുമ്പോൾ അത് താഴെ ഡീപ്പായിട്ട് ആ ചങ്ങല ഇങ്ങനെ ഉരുണ്ട് പോയി ഷിപ്പിന് പിടിച്ചു നിർത്തും. അത്രയും വലിയ ഷിപ്പിനെ അത് പിടിച്ചു നിർത്തുന്ന ഒരു സാധനമാണ് ആങ്കർ. സോ ദിസ് ഈസ് സംതിങ് വിച്ച് ഐ ബിലീവ്. ഇഫ് ഐ എം ആങ്കറിങ്, എൻ്റെ പ്രേക്ഷകരെ എന്നിലേക്കും ഞാൻ പറയുന്ന സബ്ജക്റ്റിലേക്കും എനിക്ക് ആങ്കർ ചെയ്യണം. ഇനി വരാൻ പോകുന്ന പെർഫോമൻസിലേക്ക് ആങ്കർ ചെയ്യണം. ഐ ഹാവ് ടു മേക്ക് ഷുവർ ഈ ഷിപ്പ് പോലെ അത്രയും വലിയൊരു ക്രൗഡിനെ നമ്മൾ ഒരു കുഞ്ഞ് ആങ്കറാണ്. ആ ആങ്കറിൻ്റെ മനസ്സിപ്പം തത്തളിച്ചുകൊണ്ടിരിക്കുകയാണ് ബിക്കോസ് ഓഫ് സം സ്റ്റുപ്പിഡ് ഇഷ്യൂ. അങ്ങനെ ഞാൻ പറയും ഇപ്പം, ബിക്കോസ് അതൊരു ഇഷ്യൂവേ അല്ല എനിക്കിപ്പം. പക്ഷേ അന്നത്തെ പ്രോഗ്രാം എനിക്ക് ഇന്നും എൻ്റെ പ്രൊഫൈലിലൊരു വലിയ കാര്യമാണ്. സോ വാട്ട് ഡിഡ് ഐ ഡു? ഐ ഡിഡ് സ്ക്വയർ ബ്രീതിങ്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് വിജയ് യേശുദാസ്. ഹി വാസ് ബാക്ക് സ്റ്റേജ്. ഹീസ് ടെല്ലിങ് മീ, പേളി ഈ ക്രൗഡ് നീ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു? ഞാനിങ്ങനെ ഒന്നാതേ പറ്റേ നൊന്ത് പോയിരിക്കേ അതുക്ക് മേലെയാ. അപ്പം വിജയ് പറയുന്നത് ബേസിക്കലി നീ സൂപ്പറായിട്ട് ചെയ്യണമെന്നാണ്. പക്ഷേ ആ സമയത്ത് എനിക്ക് ഇതൊക്കെ കേൾക്കുന്നത് കുറച്ചും കൂടി. ആൻഡ് ദെൻ ഐ സെഡ് ഇൻട്രോ എങ്ങനെയല്ലേ കൊടുക്കേണ്ടത്, അതല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ഐ എം ഫങ്ഷനിങ്. ഓക്കെ, ഫങ്ഷനിങ് ആണ്. പക്ഷേ എൻ്റെ മനസ്സ് വന്നാലേ ഞാൻ പെർഫോം ചെയ്യുള്ളൂ. യു ക്യാൻ ഫങ്ഷൻ. പെർഫോം ചെയ്യണമെങ്കിൽ എന്ത് നമ്മുടെ കൂടെ വേണം? ഫുൾ പവറുടെ നമ്മുടെ മനസ്സ് നമ്മുടെ കൂടെ നിന്നാലേ നമ്മൾ പെർഫോമേഴ്സ് ആവുള്ളൂ. അപ്പം ഞാൻ എൻ്റെ സ്ക്വയർ ബ്രീതിങ് അങ്ങോട്ട് പുറത്തെടുത്തു. ഒരു സെക്കൻഡ് ഐ തിങ്ക് ഐ റിമെമ്പർ ഐ കോൾ ഡാഡി. ആൻഡ് ഡാഡി പറഞ്ഞു നീ സ്ക്വയർ ബ്രീതിങ് ചെയ്തിട്ട് പോവാം. ഐ റിമെമ്പർ ലൈക്ക് ദാറ്റ്. ഞാൻ സ്ക്വയർ ബ്രീതിങ് ചെയ്തു. ഐ സ്റ്റാർട്ടിങ് ടു ഫീൽ കാം. എൻ്റെ മനസ്സൊക്കെ എൻ്റെ അടുത്ത് തിരിച്ചു വന്നു. ആൻഡ് ഐ ജസ്റ്റ് വെൻറ്റ് ഓൺ സ്റ്റേജ്. ഐ സ്റ്റിൽ റിമെമ്പർ ഐ ടോൾഡ് വിജയ്, ആർ യു റെഡി? ബിക്കോസ് വിജയ് ആണ് ഫസ്റ്റ് കയറേണ്ടത്. ആൻഡ് ഐ സെഡ്, ആർ യു റെഡി? ഐ വിൽ ഗിവ് യു എൻ ഇൻട്രോ, ബട്ട് ബിഫോർ ദാറ്റ് ഐ ഹാഡ് ടു ഗോ ഓൺ സ്റ്റേജ്. ഞാൻ അങ്ങോട്ട് സ്റ്റേജ് ഹലോ ചെന്നൈ മലയാളീസ് എന്നൊക്കെ പോയിട്ട് ഞാൻ അങ്ങോട്ട് കയറി. ഐ സ്റ്റിൽ ഹാവ് ദാറ്റ് കുഞ്ഞു വീഡിയോ ആണ്. ആൻഡ് ഐ സെഡ്, ആണുങ്ങളൊക്കെ ഒന്ന് ഒച്ചയിട്ടെ. ആണുങ്ങളുടെ സൈഡിൽ നിന്ന് ഒച്ച, പെണ്ണുങ്ങൾ ഒന്ന് ഒച്ചയിട്ടെ, പെണ്ണുങ്ങളൊക്കെ ഒച്ച, നിങ്ങൾ ഒരുമിച്ച് ഒച്ച. ഐ ആം ഡൂയിങ് സം. ആൻഡ് എവ്രിബഡി വാസ് ലിസ്ണിങ് ടു മീ. ഞാൻ ഞെട്ടിപ്പോയി. അത്രയും വലിയൊരു ക്രൗഡ്, ദേ ആർ ലൈക്ക് റെസിപ്രൊക്കേറ്റിംഗ്. സാധാരണ നമ്മൾ സ്റ്റേജിൽ പോയാൽ അത്രയും റെസ്പോൺസ് കിട്ടില്ല. പക്ഷേ മേ ബി ബിക്കോസ് ഐ വാസ് ഗിവിങ് മൈ ബെസ്റ്റ് വൈബ്രേഷൻ, ഐ ഗോട്ട് ദ ബെസ്റ്റ് വൈബ്രേഷൻ ബാക്ക്. ആൻഡ് ദാറ്റ് വാസ് ടിൽ ഡേറ്റ് എൻ്റെ വൺ ഓഫ് മൈ ഫേവററ്റ് ഓഡിയൻസും അത് തന്നെയാണെന്ന് ഞാൻ പറയും. സോ ഇഫ് യു ആസ്ക് മീ, എനിക്ക് തോന്നി ഈ ഒരു ഓഡിയൻസ് ഒരിക്കലും ഞാൻ മറക്കില്ല. ബിക്കോസ് ഇറ്റ് വാസ് വൺ ഓഫ് മൈ ഫേവററ്റ് ഓഡിയൻസ്. ബിക്കോസ് അവരും എന്നെ ഹീൽ ചെയ്തു. പിന്നെ ഞാൻ ആ രാത്രി മുഴുവൻ നമ്മൾ പൂന്ത് വിളയാടി എന്ന് വേണമെങ്കിൽ പറയാം, ഡാൻസും പാട്ടും. ബിക്കോസ് ഇറ്റ്സ് എ ലൈവ് സ്റ്റേജ്. ആൻഡ് ഐ വുഡ് സേ ആ എക്സ്പീരിയൻസ് ഇപ്പോഴും ഞാൻ ഓർക്കുമ്പോൾ, എനിക്കിപ്പോഴും ഒരു ഇഷ്യൂ വരുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചാലഞ്ച് വരുമ്പം ഞാൻ ഓർക്കുന്ന കുറച്ച് കാര്യങ്ങളിൽ ഒന്നാണത്. അന്ന് ഞാനത് ചെയ്തില്ലേ, ഐ ക്യാൻ ഡു ഇറ്റ്. സോ യു ആർ സെറ്റിംഗ് എൻ എക്സാമ്പിൾ ഫോർ യുവർ സെൽഫ്.
ഫോർ ഫ്യൂച്ചർ. അതായത് ഇപ്പം നീ ഒരു ബൈക്ക് ഓടിച്ചു, ഓക്കെ, ഒരു 1500cc ബൈക്ക് നീ ഒരിക്കൽ ഓടിച്ചു എന്ന് വിചാരിക്കുക. നാളെ ഒരു 2500cc ബൈക്ക് നിൻ്റെ കൈ കിട്ടിയാൽ നീ എന്ത് പറയും? 1500 ഓടിച്ചല്ലോ, അപ്പം അത് പറ്റുമായിരിക്കും എന്ന് നമ്മൾ പറയും. എന്നത് പറയുന്നത് പോലെ എവ്രി ടൈം യു ഓവർകം എ ചാലഞ്ച്, സംഹൗ അത് നമ്മൾ പിന്നെയും റെഫർ ചെയ്യും. എന്നെക്കൊണ്ട് അത് പറ്റിയല്ലോ, ദെൻ ഐ ക്യാൻ ഡു ദിസ് ഓൾസോ, ബിക്കോസ് ഐ ക്യാൻ, ഞാനത് ചെയ്തിട്ടുണ്ട്, ഇതിനു മുമ്പ് ഐ ഹാവ് ഡൺ ഇറ്റ്. അപ്പോൾ ഈ ഒരു ഫീലിംഗ് നമുക്ക് വരും. ഇനി നമ്മളിപ്പോൾ ഇത്രയും നേരം കോൺഷ്യസ് മൈൻഡിനെ കുറിച്ചും സബ് കോൺഷ്യസ് മൈൻഡിനെ കുറിച്ചുമാണ് നമ്മൾ ഇത്രയും നേരം സംസാരിച്ചത്. കോൺഷ്യസ് മൈൻഡ് എന്ന് വെച്ചാൽ നമ്മൾ അലേർട്ടായിട്ട്, നമ്മൾ അവെയറായിട്ട് ചെയ്യുന്ന കുറേ കാര്യങ്ങളാണ് കോൺഷ്യസ് ആയിട്ട്. പോലീസ് സ്റ്റേഷനിൽ പലരും പോയാൽ വളരെ കോൺഷ്യസ് ആയിട്ട് കള്ളന്മാരെയൊക്കെ കണ്ടാൽ നമുക്ക് തോന്നുന്നത് ഇവനൊക്കെ എന്തൊരു നല്ല മനുഷ്യനാണെന്ന് നമുക്ക് തോന്നും. ബിക്കോസ് അവൻ അത്ര ഗ്ലാസ് പോലും അവൻ ചായ കുടിച്ചാൽ ഞാൻ ഒന്ന് കഴുകി വെക്കട്ടെ സാർ എന്നവൻ ചോദിക്കും. ഏറ്റവും വലിയ ക്രിമിനൽ പോലും പോലീസ് സ്റ്റേഷനിൽ എന്താണ്? കോൺഷ്യസ് ആണ്. ഏറ്റവും വലിയ കുറുമ്പൻ പയ്യന്മാരും പെൺപിള്ളാരും പ്രിൻസിപ്പളുടെ റൂമിൽ പോയാൽ എങ്ങനെ ഇരിക്കും? പ്രിൻസിപ്പൾ പറയടാ നിന്നെ ഞാൻ സ്കൂളിൻ്റെ ക്യാപ്റ്റൻ ആക്കട്ടേടാ എന്ന് പ്രിൻസിപ്പളിന് ചോദിക്കാൻ തോന്നും. അത്രയും നല്ല പിള്ളേരായിരിക്കും. ബിക്കോസ് കോൺഷ്യസ്ലി നമ്മളൊക്കെ സൂപ്പറാടാ. പക്ഷേ സബ് കോൺഷ്യസ് ലെവലിൽ നമ്മൾ എന്താണെന്നുള്ളതാണ് നമ്മുടെ റിയാലിറ്റി. സബ് കോൺഷ്യസ് ആണ് നമ്മുടെ റിയാലിറ്റി. കോൺഷ്യസ് ഇസ് നമ്മൾ വി ആർ ട്രൈങ് സോ ഹാർഡ് സംടൈംസ് ടു ബി നൈസ് എന്ന് പറയില്ലേ അമ്മമാർ പലരും. ഇപ്പം എനിക്ക് തന്നെ കോൺഷ്യസ് ആയിട്ട് ഞാൻ നിലുവിനെ ചില സമയത്ത് റിയാക്ട് ചെയ്യുമ്പോൾ ഞാൻ വളരെ ഡീസൻ്റാണ്. പക്ഷെ അതേ സമയത്ത് ഞാൻ വല്ലൊക്കെ വേറെ മൂഡിലിരിക്കുന്ന സമയത്ത് നീലോ അവിടെ മിണ്ടായിരിക്കേ നമ്മൾ പറയും. അപ്പം എൻ്റെ കയ്യിലിരിപ്പം എങ്ങനെയുണ്ട്? കോൺഷ്യസ് ആയിട്ട് നമ്മൾ പറയണേ നിലു എന്താടാ അങ്ങനെ എന്നൊക്കെ നമ്മൾ ചോദിക്കും. നമ്മൾ ബിക്കോസ് എൻ്റെ ആഗ്രഹം ഒരു നല്ല അമ്മയാവണമെന്നാണ്, ഒരു നല്ല പാരൻ്റ് ആവണമെന്നാണ് എൻ്റെ ആഗ്രഹം. പക്ഷേ നമ്മൾ സബ് കോൺഷ്യസ് ലെവലിലൊക്കെ ഇരിക്കുന്ന സമയത്ത് നമ്മൾ പറയും. ബിക്കോസ് അതാണ് നമ്മുടെ കയ്യിലിരിപ്പ്. സബ് കോൺഷ്യസ് മൈൻഡ് ഇസ് അവർ കയ്യിലിരിപ്പ്, കോൺഷ്യസ് മൈൻഡ് ഇസ് അവർ എയിം. നമ്മുടെ എയിം അങ്ങനെ ആവാനാണ് എന്ന് പറയുന്ന പോലെ. പക്ഷേ ഈ സബ് കോൺഷ്യസ് മൈൻഡിലുള്ള ഈ ബിലീഫ്സ് എല്ലാം കൂടി കൂടിയിട്ടൊരു സാധനം ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ പേരെന്താണെന്നറിയോ? അതാണ് നമ്മുടെ തേർഡ് വേർഡ്. ഇറ്റ്സ് കോൾഡ് ദ പാരഡൈം. പാരഡൈം എന്ന് പറയുന്നത് വലിയ ഇംഗ്ലീഷ് വാക്കാണെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട, അതിനെ ഇപ്പോൾ വഷളാക്കി തരാം. പാരഡൈം ശരിയല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ ഏറ്റവും വലിയ പാരയായിരിക്കും ഈ പാരഡൈം. പക്ഷെ പാര കഴിഞ്ഞിട്ട് വരുന്ന ഒരു ഡൈം എന്ന് പറയുന്നൊരു വേർഡുണ്ട്. അത് DIME എന്ന് നമുക്ക് വേണമെങ്കിൽ ചിന്തിക്കാം. ഡയമണ്ട്, പാര ഡയമണ്ട്, ഇത് രണ്ടും കൂടി മിക്സാണ്. പാരഡൈം കറക്റ്റായിട്ടുള്ള ആൾക്ക് പാരഡൈം ഡയമണ്ടാണ്. ബിക്കോസ് അവൻ്റെ പാരഡൈം കറക്റ്റാണ്. പാരഡൈം തെറ്റിക്കിടക്കുന്ന ആൾക്കാർക്ക് പാരഡൈം എന്ന് പറയുന്നത് പാരയായി മാറും. ഇനി വാട്ട് ഈസ് പാരഡൈം? നമ്മൾ ഞാൻ പറഞ്ഞു ജനിക്കുന്ന സമയം തൊട്ട് ഒരാളെല്ലാം റെക്കോർഡ് റീറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. റീകോൾ ചെയ്യുന്നത് എപ്പോഴായിരിക്കും? ട്രിഗർ വരുമ്പോൾ. ഫോർ എക്സാമ്പിൾ, ഞാനൊരു എക്സാമ്പിൾ പറയാം. ഒരു കൊച്ച്, 5 വയസ്സുള്ള കൊച്ച് ഒരു ഓണം പരിപാടിക്ക് പോയിരിക്കുകയാണ്. അച്ഛൻ്റെയും അമ്മയുടെയും കൈ പിടിച്ച് നല്ല ഉടുപ്പൊക്കെ ഇട്ട് ഓണക്കോടിയൊക്കെ ഇട്ട് അച്ഛൻ്റെ അമ്മയുടെയും കൈ പിടിച്ച് അച്ഛൻ നല്ല സുന്ദരനായിട്ടുണ്ട്, അമ്മ നല്ല സുന്ദരിയായിട്ട് മുല്ലപ്പൂവൊക്കെ വെച്ച് 2 പേരുടെയും കൈ പിടിച്ച് ഹാപ്പി ആയിട്ട് ഓണം പരിപാടിക്ക് പോവുകയാണ്. അവിടെ ഒരു ചെറിയ സ്റ്റേജിന് അവിടെ നിൽക്കുമ്പോൾ എല്ലാവരും അനൗൺസ് ചെയ്യാണ്, അടുത്തതായിട്ട് നമ്മുടെ ഇതിൻ്റെ ബമ്പർ സമ്മാനം അടിച്ച നമ്മുടെ രഘുചേട്ടനെയും ഫാമിലീനെയും ഞാൻ സ്റ്റേജിലേക്ക് വിളിക്കുന്നു. രഘുചേട്ടൻ ആരാന്നറിയോ? ഈ കൊച്ചിൻ്റെ അച്ഛൻ. അപ്പം ആ അച്ഛൻ്റെ കൈ ഇങ്ങനെ പിടിച്ചിരിക്കുക. അച്ഛാ ബമ്പർ സമ്മാനം നമുക്ക് അടിച്ച് എന്ന് പറയും. അച്ഛൻ്റെ മുഖത്തേക്ക് കൊച്ചൊന്ന് നോക്കി. അച്ഛൻ മറ്റേ പാനിക് അറ്റാക്കൊക്കെ വന്ന് നിൽക്കുകയാണ്. കുട്ടിമാമ, ഞാൻ ഞെട്ടിമാമ എന്നും പറഞ്ഞ് അച്ഛൻ നിൽക്കുന്നു. അച്ഛൻ പെട്ടെന്ന് ഭാര്യേനെ തോണ്ട്, എടി നീ പോയി വാങ്ങിക്കടി, നീ പോയി വാങ്ങിക്ക, മോളെ നീ കൂടെ പോകുന്നു അച്ഛൻ. അപ്പോൾ കൊച്ചിന് മനസ്സിലാവുന്നില്ല, അച്ഛൻ ബമ്പർ സമ്മാനമാണ് അടിച്ചിരിക്കുന്നത്. അപ്പോൾ അച്ഛൻ എനിക്ക് സ്റ്റേജ് പറ്റൂല, എനിക്ക് തല പോകുന്നുണ്ട്. അപ്പോൾ കൊച്ചിത് കാണുകയാണ്, കൊച്ചിതെല്ലാം കണ്ട് പഠിക്കുകയാണ്. ബിക്കോസ് കൊച്ചിൻ്റെ ഹീറോ ആണ് ആ പറയുന്നത്, രഘുചേട്ടൻ. ആ ഭാര്യ പറഞ്ഞു, എന്താ ചേട്ടാ എനിക്ക് ഒറ്റയ്ക്ക് പോകാൻ ചേട്ടന് വാമേ. അപ്പോൾ അയാൾ പിന്നെയും
രഘു ആൻഡ് ഫാമിലി പ്ലീസ് കം ടു ദ സ്റ്റേജ്. ഒരു 4 വാക്ക് അതും കൂടി കേട്ടപ്പോൾ അവൻ പറഞ്ഞു 4 വാക്ക് എനിക്ക് പറ്റൂല, നിങ്ങൾ പൊയ്ക്കോളം എന്ന് പറഞ്ഞിട്ട് ഇയാൾ എന്ത് ചെയ്തു, ഈ വൈഫിനെയും കൊച്ചിനെയും മാത്രം സ്റ്റേജിലേക്ക് വിട്ടു. വൈഫ് കുറച്ചും കൂടി പേടിച്ചിട്ടാണെങ്കിൽ അവരിങ്ങനെ പാവം പോലെ പതുക്കെ സ്റ്റേജിൽ കയറി. കൊച്ച് സ്റ്റേജിൽ കയറിയെങ്കിലും കൊച്ച് വേറെ ആരെയും കണ്ടില്ല, ഓഡിയൻസിനെ കണ്ടില്ല, ആ അനൗൺസ് ചെയ്ത ആളെ കണ്ടില്ല, ബമ്പർ സമ്മാനവും കണ്ടില്ല. കൊച്ച് അന്ന് അച്ഛനെയാണ് നോക്കിയത്. അന്ന് വരെ കാണാത്ത ഒരു അച്ഛൻ്റെ സൈഡ് ആ കൊച്ച് അന്ന് കണ്ടു. അന്ന് വരെ ആ കൊച്ച് കണ്ടിട്ടുള്ളത് അച്ഛൻ സ്മാർട്ടായിട്ട് ബൈക്ക് ഓടിക്കുന്നു, കൈവിട്ടൊക്കെ ബൈക്ക് ഓടിക്കുന്നു, അങ്ങനത്തെ ഒരു അച്ഛൻ. ക്രിക്കറ്റ് കളിക്കുന്നു, ഫ്രണ്ട്സിൻ്റെ കൂടെ എടാ പോടാ എന്നൊക്കെ പറയുന്നത് ഭയങ്കര ജോളി ഒരു അച്ഛനെ കണ്ടിട്ട്, ധൈര്യമുള്ള ഒരു അച്ഛനെ കണ്ട് കൊച്ച് അന്ന് മാത്രം വേറൊരു അച്ഛനെ കണ്ടു. ഇതാ കൊച്ച് മറക്കൂ? നിങ്ങൾക്ക് വേണമെങ്കിൽ ഒച്ചത്തിൽ പറയാം, നിങ്ങൾ പറയുന്നത് എനിക്കിവിടെ കേൾക്കാം. മറക്കില്ല എന്നാണ് നിങ്ങൾ പറയുന്നത്. യെസ്, കറക്റ്റാണ്. ഇത് ഒരിക്കലും ആ കൊച്ച് മറക്കൂല. ബിക്കോസ് ആ കൊച്ചിൻ്റെ ഹീറോ ആണ് പേടിച്ചു പോയത്. പക്ഷെ ആ കൊച്ചിനത് കറക്റ്റാണോ തെറ്റാണോ എന്ന് ഡിസൈഡ് ചെയ്യാൻ പറ്റുന്ന ഏജല്ല. ആ കൊച്ചിനതെന്താണ്, അത് റെക്കോർഡാണ് ആ കൊച്ച് ചെയ്തത്. ഇനി ആ കൊച്ച് ലൈഫ് ലോങ് അത് റീറ്റെയിൻ ചെയ്യും, അത് മനസ്സിൽ തന്നെ വെച്ചുകൊണ്ടിരിക്കും. ഈ കൊച്ച് വലുതായി, കുറച്ച് വലുതായി, നല്ലൊരു ജോലി കിട്ടി, അവൻ കാനഡയ്ക്ക് പോയി, എല്ലാം ചെയ്ത് കാനഡയിൽ പോയിട്ട് അവൻ ഒരു അടിപൊളി മീറ്റിങ്ങിലിരിക്കുകയാണ്. അവൻ്റെ ബോസ് പറയണു, അവൻ്റെ പേര് നമുക്ക് വേണമെങ്കിൽ സണ്ണി കുട്ടാന്ന് വയ്ക്കാം, സണ്ണി പ്ലീസ് കം ഓൺ സ്റ്റേജ്, പ്ലീസ് റിസീവ് ദിസ് അവാർഡ് എന്ന് പറഞ്ഞിട്ട് അവനൊരു അവാർഡ് കിട്ടിയിരിക്കുകയാണ്, ബെസ്റ്റ് പെർഫോമർ ഓഫ് ദി മന്ത്. നിങ്ങൾ പറയൂ, ആ പയ്യൻ അന്ന് സ്റ്റേജിൽ കയറാൻ വിഷമിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഉത്തരവാദി ആരാണ്? അവനെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന, അവൻ്റെ പഠിത്തത്തിന് ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് പൈസ ഇൻവെസ്റ്റ് ചെയ്ത്, അവൻ ഏറ്റവും കൂടുതൽ നന്നാവണമെന്ന് മനസ്സിന്ന് അകത്തുനിന്ന് ആഗ്രഹിക്കുന്ന അവൻ്റെ അച്ഛൻ ചെയ്ത ഒരു ചെറിയ കാരണം കൊണ്ടാണ്, ചെറിയൊരു മിസ്റ്റേക്കേ അല്ലത്, ചെറിയൊരു ബിഹേവിയർ അന്ന് ചെയ്തുകൊണ്ടാണ് ഇന്ന് അവൻ ആ സ്റ്റേജിൽ പോകാനായിട്ട് അത്രയും സ്റ്റഫായത്. അവന് സ്റ്റേജിൽ കയറാൻ പറ്റിയില്ല. അവൻ പറയണു പ്ലീസ് സർ പ്ലീസ്, ഇങ്ങനെയൊക്കെ പറയണം. എങ്ങനെയൊക്കെ അവൻ സ്റ്റേജിൽ കയറി അവൻ വിറയ്ക്കുകയാണ്. അന്ന് അവൻ്റെ അച്ഛൻ ചെയ്തതെല്ലാം അവൻ അന്ന് റീകോൾ ചെയ്തു. അവന് പോലും ഓർമ്മയില്ല എന്നാണ് അവൻ സ്റ്റേജിനെ ഭയന്ന് തുടങ്ങിയെന്ന് അവന് ഓർമ്മയില്ല. ബിക്കോസ് അവൻ്റെ സബ് കോൺഷ്യസ് മൈൻഡിന് ഇതൊക്കെ ഓർമ്മയുണ്ട്. കോൺഷ്യസ് മൈൻഡിന് എന്തിനാണ് ഞാനിങ്ങനെ പേടിക്കണേ എന്നാണ് അവൻ ആലോചിക്കുന്നത്. അവന് പോലും അറിയില്ല അവൻ എന്തിനാ വിറയ്ക്കണേന്ന്. ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞും ആ ഒരു സാധനം അവൻ്റെ മനസ്സിൽ കിടന്നു, സേഫായിട്ടാണ്. സബ് കോൺഷ്യസ് മൈൻഡിന് ഒരു പ്രശ്നമുണ്ട്, അത് റെക്കോർഡ് റീറ്റെയിൻ ചെയ്ത സേഫാണ്. അന്ന് നടന്ന സംഭവം, അന്ന് ചൂടായിരുന്നോ തണുപ്പായിരുന്നോ, അന്ന് അവിടുത്തെ ക്രൗഡിൻ്റെ ആ മണ്ണിൻ്റെ മണം വരെ അവൻ അന്ന് എല്ലാം റിമെമ്പർ ചെയ്തു. ഹി വോണ്ട് ബി ഏബിൾ ടു ഗോ ഓൺ സ്റ്റേജ്. പക്ഷേ ഇതേ അവൻ ഈ മൈൻഡിനെ കുറിച്ച് പഠിക്കുകയാണെങ്കിൽ, ഇഫ് ഹി അണ്ടർസ്റ്റാൻഡ്സ് ദറ്റ് യു ക്യാൻ റീപ്രോഗ്രാം യുവർ മൈൻഡ്. നമ്മൾ പല സാധനങ്ങളും റീപ്രോഗ്രാം ചെയ്യും അല്ലേ, വി റീപ്രോഗ്രാം സോ മെനി തിങ്സ്. ഇതവൻ പഠിച്ചിട്ടുള്ള പയ്യനാണെങ്കിൽ ഡെഫിനറ്റ്ലി ദ നെക്സ്റ്റ് ടൈം, ചിലപ്പോൾ അന്ന് അവനത് ട്രിഗറായി, അവനത് മനസ്സിലാക്കി എനിക്ക് ഇങ്ങനത്തെ ഒരു ഫിയർ ഉണ്ട്. നെക്സ്റ്റ് ടൈം എന്ത് ചെയ്യും, ഹി വിൽ റീപ്രോഗ്രാം ഹിസ് മൈൻഡ് ആൻഡ് ഹി വിൽ ടെൽ ഹിംസെൽഫ്, എടാ അന്ന് എനിക്കറിയില്ല, പക്ഷെ നീ ഇനി ഈ സ്റ്റേജിനെ ഫിയർ ചെയ്യരുത്, നീ പെർഫോമറാണ്, യു ഹാവ് ടു ഗോ ഓൺ സ്റ്റേജ്, യു ഗെറ്റ് ദാറ്റ് അവാർഡ്, ഗിവ് എ ബ്യൂട്ടിഫുൾ സ്പീച്ച് ആൻഡ് ദെൻ കം ബാക്ക് എന്ന് അവനോട് തന്നെ പറയും. ഹി വിൽ സ്റ്റാർട്ട് ലവിങ് ദ സ്റ്റേജ് സ്ലോലി. ഇതാണ് ഞാൻ പറയുന്നത് റീപ്രോഗ്രാമിങ്. നമ്മളെപ്പോൾ വേണമെങ്കിലും നമ്മളെ മാറ്റിയെടുക്കാൻ പറ്റും. നമ്മുടെ അകത്തുള്ള നെഗറ്റീവായിട്ടുള്ള, അല്ലെങ്കിൽ നമ്മളെ പിടിച്ചു നിർത്തുന്ന, നമ്മളെ ലിമിറ്റ് ചെയ്യുന്ന നമ്മളുടെ ചങ്ങലകളെ നമുക്ക് എപ്പോൾ വേണമെങ്കിലും മുറിച്ച് കളയാൻ പറ്റും. പക്ഷെ അതിന് നമ്മൾ വിചാരിക്കണം, വേറൊരാൾ വിചാരിച്ചിട്ട് ഒരു കാര്യമില്ല. നമ്മളെന്നത് ഡിസൈഡ് ചെയ്യുന്നു, ആ സീറ്റിൽ നിന്ന് എഴുന്നേൽക്കണം എന്ന് നിങ്ങളെന്ന് ഡിസൈഡ് ചെയ്യുന്നു, അന്ന് നിങ്ങൾക്ക് സ്റ്റേജിൽ കയറാൻ പറ്റും, അല്ലെങ്കിൽ കാർ ഓടിക്കാൻ പറ്റും. പല പെണ്ണുങ്ങളെയും ഞാൻ കണ്ടിട്ടുണ്ട്, ലൈസൻസ് എടുത്തിട്ടുണ്ടാവും, പക്ഷെ ഒരിക്കൽ പോലും കാർ ഓടിച്ചിട്ടുണ്ടാവില്ല.
എൻ്റെ കുറേ ഫ്രണ്ട്സ് ഉണ്ട്. എടി നിനക്ക് ലൈസൻസ് ഇല്ലേ? എടി ലൈസൻസ് ഉണ്ട്, 2 വീലർ ഉണ്ട്, വിട്ട ഹെവി വെഹിക്കിളുടെ ഉണ്ടാവും, പക്ഷെ ഓടിക്കില്ല, പേടിയാ. ആരെങ്കിലും പറഞ്ഞു കാണും പെണ്ണുങ്ങൾ കാർ ഓടിക്കില്ല എന്ന്. ആരെങ്കിലും നല്ല ആളായിരിക്കും പറയും, അയാൾ ആരാന്ന് ഓർമ്മയില്ല. പക്ഷെ ആരെങ്കിലും എൻ്റെ അടുത്തും പറഞ്ഞു. എൻ്റെ അടുത്ത് അങ്ങനെ ആരോ പണ്ട് പറഞ്ഞപ്പോഴാണ് എനിക്ക് തോന്നിയത് ഞാൻ ബൈക്കും കൂടി ഇനി ഓടിച്ച് കാണിക്കണം എന്ന് എനിക്ക് തോന്നി. ബിക്കോസ് എൻ്റെ ഡാഡി ചെറുപ്പത്തിലേ എന്നെ മൈൻഡിൻ്റെ പവറിനെ കുറിച്ചൊക്കെ എനിക്ക് ചെറിയ പ്രായത്തിൽ എനിക്ക് പഠിപ്പിച്ചു തന്നുകൊണ്ട് എനിക്ക് എപ്പോഴും എൻ്റെ ലൈഫിൽ പല കാര്യങ്ങളും പല ഫിയേഴ്സും എനിക്കൊരു ത്രില്ലാണ്. ഫിയർ കാണുമ്പോൾ ഞാനതിന് ബിരിയാണി പോലെയാണ് പലപ്പോഴും നോക്കുന്നത്. ബിക്കോസ് എനിക്കതൊരു ത്രില്ലാണ്. എൻ്റെ മൈൻഡിനെ എങ്ങനെയെങ്കിലും ഇത് ചാലഞ്ച് സൂപ്പറായിട്ട് ഞാൻ ഇത് പുറത്ത് വരും. ചാലഞ്ച് എനിക്കിഷ്ടമാണ്. അതുകൊണ്ട് ഐ ലവ് ചാലഞ്ചസ് ആൻഡ് ഐ ലവ് ടു ഫേസ് ദെം ആൻഡ് ഐ ട്രൈ ടു ബ്രിങ് ഔട്ട് ദ ബെസ്റ്റ് ഇൻ മീ ഡ്യൂറിങ് എ ചാലഞ്ച്. ആൻഡ് താങ്ക്സ് ടു മൈ ഡാഡ് ഫോർ ടീച്ചിങ് മീ അറ്റ് എ വെരി യങ് ഏജ്. എൻ്റെ ഡ്രീം എന്താണെന്ന് വെച്ചാൽ ഞാൻ ചിലപ്പം ശ്രീനി ബാത്റൂമിൽ എൻ്റെ കൂടെ ശ്രീനി ഒരുമിച്ചല്ല കേട്ടോ, സോറി, എൻ്റെ ബാത്റൂമിൽ ഞാൻ കുറച്ച് കാര്യങ്ങൾ എഴുതി ഒട്ടിച്ചിട്ടുണ്ട്. അതിലൊന്നാണ് എംപവറിങ് ദ ചിൽഡ്രൻ ഓഫ് ദ വേൾഡ് എന്ന് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. ചിൽഡ്രൻ, ബിക്കോസ് ഇത് എത്രയും ചെറിയ പ്രായത്തിൽ ഇത് നമ്മൾ മനസ്സിലാക്കുന്നു അത്രയ്ക്കും നമ്മുടെ ലൈഫിൽ നമുക്കത് അത്ര ഈസി ആയിട്ട് നമ്മുടെ ലൈഫിൽ നമുക്കത് മുന്നോട്ട് പോകാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഇത് പലരും ചിലപ്പോൾ റിയലൈസ് ചെയ്യുന്ന 40 വയസ്സ് 50 വയസ്സ് 80 വയസ്സ്. പക്ഷെ അതൊന്നും കുഴപ്പമില്ല. എപ്പോൾ ഇത് റിയലൈസ് ചെയ്താലും ഇറ്റ്സ് ഗോണ ഹെൽപ്പ് യു. പക്ഷേ ഇമാജിൻ ഒരു 8 വയസ്സ് 6 വയസ്സ് 8 വയസ്സുള്ളൊരു കൊച്ച് അല്ലെങ്കിൽ ഒരു 12 വയസ്സിൽ ഈ കൊച്ച് ഇത് തിരിച്ചറിയുന്ന സമയത്ത് ആ കൊച്ചിന് എന്തൊക്കെ രീതിയിൽ അത് യൂസ് ചെയ്യാമെന്നറിയാം. ഇതൊക്കെ നമുക്ക് ഈ മൈൻഡ് കൺട്രോൾ അല്ലെങ്കിൽ നമ്മുടെ ബോഡി നമ്മുടെ മൈൻഡെല്ലാം നമ്മൾ കൺട്രോൾ ചെയ്യാൻ പഠിച്ച ഒരാളാണെങ്കിൽ നിങ്ങൾക്കൊരു പേർക്ക് കിട്ടും. യു അണ്ടർസ്റ്റാൻഡ് മൈൻഡ്. എൻ്റെ മനസ്സ് തന്നെയാണ് എല്ലാവർക്കും ഉള്ളത്. ദൈവം തന്നിട്ടുള്ള അല്ലെങ്കിൽ യൂണിവേഴ്സിൽ എല്ലാവർക്കും ഒരേപോലത്തെ മനസ്സാണ് തന്നിട്ടുള്ളത്. അപ്പോൾ അവൻ്റെ ഫോണിൽ ഒരു ചീത്ത വൈറസ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഫോണിൽ വൈറസ് വരുമ്പോൾ നിങ്ങൾ എന്താ ചെയ്യുക? എന്തുകൊണ്ടാണ് വൈറസ് വന്നതെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റുന്ന പോലെ തന്നെ യു ക്യാൻ ഓൾസോ അണ്ടർസ്റ്റാൻഡ് മേ ബി ഹി ഹാഡ് എ വെരി ബാഡ് ചൈൽഡ്ഹുഡ്, സോ യു ഫീൽ എംപത്തറ്റിക് ടുവേർഡ്സ് ദം. അവനകത്തെന്തോ വിഷമമുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് what I'm trying to say is you'll start becoming empathetic because you're not just seeing people, you're seeing minds. ചില മൈൻഡുകൾ വളരെ വീക്കായിരിക്കും, ചിലർ ഭയങ്കര സ്ട്രോങ് ആയിരിക്കും. യു സ്റ്റാർട്ട് പീപ്പിളുടെ ബിയോണ്ട് ദെയർ സ്കിൻ, ബിയോണ്ട് ദെയർ ഫേസ് നമ്മൾ കാണാൻ തുടങ്ങും. സോ ദാറ്റ് ഈസ് ദ ബിഗ്ഗസ്റ്റ് ബ്ലെസ്സിങ് ഓഫ്. ഇപ്പോൾ പലപ്പോഴും നമ്മൾ പുറത്ത് ഇത് ഭയങ്കര ഡീപ്പാണ്. ഇത് നമുക്ക് വേറെ ദിവസം ഐ തിങ്ക് വി ഷുഡ് ഡിസ്കസ് ദിസ്. ഇറ്റ്സ് എ വെരി ബ്യൂട്ടിഫുൾ ടോപ്പിക്. ഇത് ഞാൻ തുടങ്ങിയപ്പോഴാണ് ആലോചിച്ചത് ഇത് ആക്ച്വലി ഒരു പോഡ്കാസ്റ്റിന് പറ്റിയ ടോപ്പിക്കാണ്. സോ ലെറ്റ്സ് നോട്ട് ഗോ ദെയർ, ലെറ്റ്സ് കം ബാക്ക് ടു ദിസ് ബോയ്. സോ ഈ പയ്യൻ്റെ ഫിയർ അവൻ ഓവർകം ചെയ്യുന്നത് എങ്ങനെയാണ്? ആഫ്റ്റർ ടോക്കിംഗ് ടു ഹിംസെൽഫ്, റീപ്രോഗ്രാമിങ് ഹിസ് മൈൻഡ്. നമ്മൾ പാരഡൈമിനെ കുറിച്ച് സംസാരിച്ചപ്പോഴാണ് ഈ എക്സാമ്പിളിലേക്ക് നമ്മൾ വന്നത്. പാരഡൈമിനെ കുറിച്ച് സംസാരിച്ചപ്പോഴാണ്. പാരഡൈം എന്ന് പറയുന്നത് കുറേ ബിലീഫുകളുടെ ഒരു കൂടാരമാണ്. ഈ കൂടാരം എന്ന് പറയുന്ന സാധനം കുറേ ബിലീഫുകൾ, കുറേ എക്സ്പീരിയൻസുകൾ, നിങ്ങളുടെ വിശ്വാസങ്ങൾ, ഇതെല്ലാം കൂടി ചേരുമ്പോഴാണ് ഒരു പാരഡൈം ഉണ്ടാവുന്നത്. ഈ പാരഡൈമിനെ കുറിച്ച് പറയുമ്പോഴാണ് ഞാൻ ഈ പയ്യൻ ഓണത്തിന് അച്ഛൻ സ്റ്റേജിൽ കയറി വിറച്ചപ്പോൾ ഇവനും 25 വർഷത്തിന് ശേഷം വിറച്ച കഥ ഞാൻ പറഞ്ഞത് ഈ പാരഡൈമിൻ്റെ എക്സാമ്പിളായിട്ടാണ്. ബിക്കോസ് ഇവൻ 4 വയസ്സിൽ കണ്ട ഒരു എക്സ്പീരിയൻസ് ആണ് ഇവൻ്റെ പാരഡൈമിൽ സ്ട്രോങ് ആയിട്ട് ഒരു സാധനമായിട്ട് കിടക്കുന്നത്. സോ ഹിസ് പാരഡൈം ഇസ് ബിൽറ്റ് അപ്പ് ഓഫ് ഓൾ ദി എക്സ്പീരിയൻസ്. ഇതുപോലെ ആയിരക്കണക്കിന് എക്സ്പീരിയൻസുകളാണ് നമ്മളെയൊക്കെ നമ്മുടെ പാരഡൈമിനെ സൃഷ്ടിച്ച് വെച്ചിരിക്കുന്നത്. സോ ഈ പാരഡൈം എന്താണോ വിശ്വസിക്കുന്നത്, ലിസൺ ടു വാട്ട് ഐ എം സേയിങ്. നിങ്ങളുടെ പാരഡൈമിൽ നിങ്ങൾ എന്താണോ വിശ്വസിച്ച് വെച്ചിരിക്കുന്നത് അതായിരിക്കും നിങ്ങളുടെ റിയാലിറ്റി. നിങ്ങളുടെ പാരഡൈമിൽ ഞാൻ സക്സസ് ആകും കോൺഷ്യസ് ആയിട്ട് എത്ര ചിന്തിച്ചിട്ടും കാര്യമില്ല. എൻ്റെ ലൈഫിൽ എൻ്റെ കുടുംബത്തിൽ ആരും നന്നായിട്ടില്ല, ഞാനും നന്നാവില്ല എന്നാണ് നിങ്ങളുടെ മനസ്സിൻ്റെ അകത്ത് ഈ പാരഡൈം വിശ്വസിക്കുന്നതെങ്കിൽ, പാരഡൈമിൽ അങ്ങനെയാണ് രജിസ്റ്റർ ആയി കിടക്കുന്നതെങ്കിൽ, നിങ്ങൾ എത്ര വർക്ക് ചെയ്താലും തിരിച്ചെവിടെ വന്നെത്തും?
നിങ്ങളുടെ ആ ബിലീഫ് മാത്രമാണ് പിന്നെയും പിന്നെയും സത്യമായിട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുക. ഇത് മാറ്റാൻ സിമ്പിളാണ്. ഓൾ യു ഹാവ് ടു ഡു ഇസ് ടോക്ക് ടു യുവർ സെൽഫ്, ടാപ്പ് ഇൻ ടു യുവർ സെൽഫ്. ഇതിനെക്കുറിച്ചാണ് നമ്മുടെ അടുത്ത എപ്പിസോഡിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. വി വിൽ ടോക്ക് ഇൻ ഡീറ്റെയിൽ അബൌട്ട് പാരഡൈം ആൻഡ് പാരഡൈം ഷിഫ്റ്റ്. പാരഡൈം ഷിഫ്റ്റ് ഇത് നെഗറ്റീവ് പാരഡൈം ആയിരിക്കും. ഇപ്പം നമ്മുടെ ലൈഫിൽ കുറേ പ്രശ്നങ്ങൾ വരികയാണെങ്കിൽ നമ്മുടെ പാരഡൈം മസ്റ്റ് ബി ഇൻ എ വെരി ഡിഫിക്കൾട്ട് ഒരു പൊസിഷനിലിരിക്കുമ്പോഴാണ് ഇങ്ങനത്തെ ഇഷ്യൂസ് വരുന്നത്. പാരഡൈമിനെ നമ്മൾ എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും. ഈ പാരഡൈം ഷിഫ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് അടുത്ത എപ്പിസോഡിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പോകാൻ പോകുന്നത്. ഐ തിങ്ക് ഇറ്റ്സ് ഓൾമോസ്റ്റ് ലൈക്ക് 40 minutes. അത്ര ഞാൻ സ്ക്രിപ്റ്റ് ഇല്ലാണ്ട് കേട്ടോ ഇത്രയും നേരം സംസാരിച്ചത്. ഞാൻ എപ്പോഴും പോഡ്കാസ്റ്റിന് വന്നിട്ട് എൻ്റെ കയ്യിൽ സ്ക്രിപ്റ്റ് ഒന്നും ഉണ്ടാവില്ല. ആകെപ്പാടെ 4-5 പോയിൻറ്റ്സ് എഴുതിയിട്ട് വന്നിരിക്കുന്നത്. അതായത് ഇന്ന് മൈൻഡിനെ കുറിച്ച് സംസാരിക്കണം. സബ് കോൺഷ്യസ് മൈൻഡ് എന്താണെന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരണം എനിക്കറിയുന്നത് പോലെ. കോൺഷ്യസ് മൈൻഡ്, സബ് കോൺഷ്യസ് മൈൻഡ്, പാരഡൈം. എൻ്റെ വിചാരം 1 മണിക്കൂറിൽ ഇത്രയും പറഞ്ഞു തരാൻ പറ്റുന്നതാണ്. പക്ഷേ നടന്നില്ല ഗൈസ്. ഇത്രയും പറഞ്ഞപ്പോഴേക്കും 1 മണിക്കൂറായി. ദാറ്റ്സ് ഹൗ ഡീപ്പ് ദീസ് ടോപ്പിക്സ് ആർ. ദാറ്റ്സ് ഹൗ ബ്യൂട്ടിഫുള്ളി ഐ വോണ്ട് ടു ടോക്ക് ടു യു ഓൾ. ഇതൊക്കെ ഞാൻ ചെറുപ്പം മുതൽ ഇത് ഞാൻ കേട്ട് പഠിച്ചതുകൊണ്ടാണെന്ന് അറിഞ്ഞൂടാ. എനിക്കിപ്പോൾ ഇത് തിയറി അല്ല, പ്രാക്ടിക്കലായിട്ടുള്ളൊരു സാധനമായിട്ടാണ് ഞാൻ കാണുന്നത്. ടാഞ്ചിബിളായിട്ട് ഈ ബുക്കൊക്കെ തൊടുന്നത് പോലെയാണ് ഈ ടോപ്പിക്കിനെ ഞാൻ കാണുന്നത്. അതിനാണ് ഞാൻ ഇത്രയും വർഷം വെയിറ്റ് ചെയ്തത്. ഞാൻ ചെറുപ്പം തൊട്ടേ പറയാം, ഐ വോണ്ട് ബി എ മോട്ടിവേഷണൽ സ്പീക്കർ, ഐ വോണ്ട് സ്പീക്ക്, ഐ വോണ്ട് ടോക്ക്. പക്ഷെ അന്നൊന്നും എനിക്ക് ഈ ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നില്ല. പക്ഷേ ഓരോ വർഷം കഴിയുമ്പോഴും ഓരോ വലിയ വലിയ ചാലഞ്ചസ് കഴിയുമ്പം അത് തരണം ചെയ്യുമ്പോഴാണ് ഇതെന്താണെന്ന് എനിക്ക് ശരിക്കും പ്രാവർത്തികമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതുകൊണ്ടാണ് ഇന്ന് ഞാൻ ഈ ടോപ്പിക്ക് പറയുമ്പോൾ എനിക്കറിയാം ഇതൊക്കെ ഈ എക്സ്പീരിയൻസൊക്കെ എന്നെ ഇവിടെ വരെ എത്തിച്ചു. സോ ഇന്ന് നിങ്ങൾക്ക് ലൈഫിലൊരു ചാലഞ്ച് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു പ്രശ്നത്തിലൂടെ നിങ്ങൾ കടന്നു പോവുകയാണെങ്കിൽ നിങ്ങൾ ഒരു കാര്യം മാത്രം മനസ്സിലാക്കുക. അതിൽ നിന്ന് നിങ്ങൾ പുറത്തു വരുമ്പോൾ യു വിൽ ബി എ ബെറ്റർ പേഴ്സൺ, എ സ്ട്രോങ്ങർ പേഴ്സൺ ആൻഡ് എ മച്ച് മോർ മെച്യൂർ പേഴ്സൺ. Okay? So take everything in the most possible positive way and prepare yourself for the best. I love you all. പിന്നെ കോൺഷ്യസ് മൈൻഡ്, സബ് കോൺഷ്യസ് മൈൻഡിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കി, മൈൻഡിനെ കുറിച്ചും മൈൻഡിൻ്റെ പവറിനെ കുറിച്ചും നമ്മൾ മനസ്സിലാക്കി. ഇനി പാരഡൈമിനെ കുറിച്ച് ഇൻട്രൊഡക്ഷൻ ഞാൻ തന്നിട്ടുണ്ട്. അടുത്ത ടോപ്പിക്കിൽ പാരഡൈം ഷിഫ്റ്റിനെ കുറിച്ചും പാരഡൈം എന്താണെന്നും ഹൗ ടു റീപ്രോഗ്രാം യുവർ പാരഡൈം എന്നുള്ളൊരു ടോപ്പിക്കിലേക്ക് നമ്മൾ പോവുകയാണ്. സോ താങ്ക് യു എവ്രി വൺ. I love you all. Hit the subscribe button and കുറേ റീൽസ് ഞാൻ കണ്ടു. ഫീൽ ഫ്രീ. ഇതിൽ ഏറ്റവും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഭാഗം നിങ്ങൾ ഇൻസ്റ്റഗ്രാമിലൊക്കെ നിങ്ങൾ റീലായിട്ട് യൂസ് ചെയ്യാൻ ഞാനിങ്ങനെ അലൗ ചെയ്തിരിക്കുകയാണ്. ഫീൽ ഫ്രീ ടു യൂസ് മൈ വീഡിയോ ആസ് എ റീൽ ആൻഡ് ഐ വുഡ് ലവ് ടു സീ ഏതാണ് നിങ്ങളുടെ ഫേവറേറ്റ് പോർഷൻ എന്നെനിക്ക് അങ്ങനെയാണ് മനസ്സിലാവുന്നത്. ആൻഡ് ചിലവരിങ്ങനെ നല്ല മറ്റേ ഗ്ലാഡിയേറ്ററിലെ പാട്ടൊക്കെ ഇട്ടിട്ടാണ്, മറ്റേ ഇൻ്റർസ്റ്റെല്ലാറുടെ പാട്ടൊക്കെ ഇട്ടിട്ട് ഞാൻ എന്നെ തന്നെ കേൾക്കുമ്പോൾ ഞാനിങ്ങനെ ഓ മൈ ഗാഡ് രോമാഞ്ചം ഒക്കെ എനിക്ക് വരാറുണ്ട്. അപ്പോൾ എന്തായാലും താങ്ക് യു ഗൈസ് ഫോർ ദ ലവ്, ദ സപ്പോർട്ട് ആൻഡ് ഐ ലവ് യു ഓൾ. ലെറ്റ്സ് ഗ്രോ ടുഗെദർ. ദിസ് ഇസ് Gulu Gulu Talks with Pearle Maaney.